ഹൃദയപൂർവം ഞാൻ സ്നേഹമോടെ മാറ്റണേ നിൻഹിതം പോലെ. കാസയിൽ എന്നെയും നൽകാം ധന്യമായി നവ്യമായി കാത്തുകൊള്ളണമേ. ജീവിതം നിൻ സന്നിധേ സ്നേഹമോടെരിയാൻ നിന്റേതല്ല മോഹമെല്ലാം ബലി കഴിച്ചിടുവാൻ ശക്തി നൽകണമേ. കാഴ്ചയേകാം ദൈവമേ ജീവിതം ബലിയായി എന്നെയും എൻ സർവവും നിൻ തിരുബലിയിൽ. ഹൃദയതാലമതേകിടാം ഹൃദയപൂർവം ഞാൻ സ്നേഹമോടെ മാറ്റണേ നിൻഹിതം പോലെ. വിധവകൻ കാഴ്ചയിൽ പ്രീതനായവനേ പൂർണ്ണമായി എന്നെയും കാഴ്ചയേകുന്നു. ജീവിതം നിൻ സന്നിധേ സ്നേഹമായെരിയാം നിന്റേതല്ല മോഹമെല്ലാം ബലി കഴിച്ചിടുവാൻ ശക്തി നൽകണമേ. കാഴ്ചയേകാം ദൈവമേ ജീവിതം ബലിയായി എന്നെയും എൻ സർവവും നിൻ തിരുബലിയിൽ. ഹൃദയതാലമതേകിടാം ഹൃദയപൂർവം ഞാൻ സ്നേഹമോടെ മാറ്റണേ നിൻഹിതം പോലെ. ഹൃദയതാലമതേകിടാം ഹൃദയപൂർവം ഞാൻ സ്നേഹമോടെ മാറ്റണേ നിൻഹിതം പോലെ. ഈശോയിൽ ഏറ്റവും സ്നേഹമുള്ളവരെ, നമ്മളെ സംബന്ധിച്ചിടത്തോളം വളരെ സന്തോഷവും അഭിമാനവുമുള്ള ഒരു വലിയ മുഹൂർത്തത്തിലൂടെ ഈ ഇടവക സമൂഹം കടന്നു പോകുന്ന ഒരു നിമിഷമാണിത്. ഈ ഇടവക സമൂഹത്തിലെ 4 മക്കൾ ഈശോയെ ഇന്ന് ഔദ്യോഗികമായി അവരുടെ ഹൃദയത്തിലേക്ക് സ്വീകരിക്കുകയാണ്. ആദ്യമായി അവർ വിശുദ്ധ കുർബാന സ്വീകരിക്കുന്ന വലിയ ഒരു കൂദാശ കർമ്മം നടക്കുന്ന നിമിഷം. ഈ അവസരത്തിൽ ഈ 4 പേരെയും, പ്രത്യേകിച്ച് ഡാലിയ ഡെയ്സൺ, ആൽഫ്രഡ് മാത്യു, ടോബി സുബിൻ, എയ്ഡൻ കാർലോസ് കുരുവിള, ഈ 4 മക്കളെയും നമുക്ക് ഈ അൾത്താരയിൽ സമർപ്പിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം.
നാളിതുവരെ അവരെ വഴി നടത്തി വിശ്വാസ ജീവിതത്തിൻ്റെ ആദ്യ പാഠങ്ങൾ പറഞ്ഞുകൊടുത്ത് ഈ വലിയ കൂദാശയ്ക്ക് തയ്യാറാക്കിയ അവരുടെ പ്രിയപ്പെട്ട മാതാപിതാക്കളെയും ഒപ്പം അവരുടെ പ്രിയപ്പെട്ട സഹോദരി സഹോദരങ്ങളെയും ഓർക്കുകയും അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും ചെയ്യാം. വിശ്വാസ സമൂഹം എന്ന നിലയിൽ നമുക്കും ഈ 4 മക്കൾക്ക് വേണ്ടിയും ഈ കുടുംബത്തിന് വേണ്ടിയും നമുക്ക് പ്രാർത്ഥിക്കാം. നിങ്ങളുടേതായ സാന്നിധ്യം അതാണ് ഇവിടെ പ്രകടമാക്കുന്നത്. ഇവരോട് കൂടിയായിരിക്കുവാൻ, ഈ മക്കളുടെ സന്തോഷത്തിൽ പങ്കുചേരുവാൻ, ഈ കുടുംബത്തിൻ്റെ സന്തോഷത്തിൽ പങ്കുചേരുവാൻ നമ്മളെല്ലാവരും കൂടി ഇവിടെ ആയിരിക്കുകയാണ്. അതുകൊണ്ട് ഈ ഇടവക സമൂഹത്തിൻ്റെ പേരിൽ ഈ മക്കളെ ഓരോരുത്തരെയും വളരെ സ്നേഹത്തോടെ ഞാൻ ഈ വലിയ കൂദാശയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. അവരതിനായിട്ട് ഒരുങ്ങിയിട്ടുണ്ട്. അവരെ പ്രാപ്തരാക്കിയത് പലരിലൂടെയും അവർ ഒരുക്കപ്പെട്ടു. അത് ഏറ്റവും മനോഹരമായി അവർ ഇന്ന് അതിൻ്റെ ഫലമണിയുകയാണ്. ആ വലിയ വിശുദ്ധ ബലിയിൽ നമുക്ക് പങ്കുചേരാം. അതിൽ ആത്മാർത്ഥമായി നമുക്ക് പ്രാർത്ഥിച്ചുകൊണ്ട് നമ്മുടെ നിയോഗങ്ങൾ സമർപ്പിച്ചുകൊണ്ട് നമുക്ക് ഈ വിശുദ്ധ ബലിയിൽ ഭക്തിപൂർവ്വം പങ്കുചേരാം. അനുരഞ്ജിതരായി തീർന്നീടാ നവമൊരു പീഠമൊരുക്കീടാ ഗുരുവിൻ സ്നേഹമോടിയാകം തിരുമുൻപാകെയാണ് ചീടാ അന്നാ പെസഹ തിരുനാളിൽ കർത്താവരുളിയ കൽപ്പന പോൽ തിരുനാമത്തിൽ ചേർന്നിടാം ഒരുമയോടി ബലി അർപ്പിക്കാം. അത്യുന്നതമാ സ്വർലോകത്തിൽ സർവേശനോ സ്തുതിഗീതം. ഭൂമിയിലെന്നും മർത്യനു ശാന്തി പ്രത്യാശയുമെന്നേക്കും. അത്യുന്നതമാ സ്വർലോകത്തിൽ സർവേശനോ സ്തുതിഗീതം. ഭൂമിയിലെന്നും മർത്യനു ശാന്തി പ്രത്യാശയുമെന്നേക്കും. അത്യുന്നതമാ സ്വർലോകത്തിൽ സർവേശനോ സ്തുതിഗീതം. ഭൂമിയിലെന്നും മർത്യനു ശാന്തി പ്രത്യാശയുമെന്നേക്കും. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങ് പരിശുദ്ധൻ പരിശുദ്ധൻ പരിശുദ്ധൻ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ മഹത്വത്താൽ സ്വർഗവും ഭൂമിയും നിറഞ്ഞിരിക്കുന്നു. മാലാഖമാരും മനുഷ്യരും
അങ്ങ് പരിശുദ്ധൻ പരിശുദ്ധൻ പരിശുദ്ധനെന്ന് ഉദ്ഘോഷിക്കുന്നു. സ്വർഗ്ഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ്സ് സ്വർഗ്ഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. ഞങ്ങൾക്ക് ആവശ്യമായ ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, ദുഷ്ടാരൂപിയിൽ ഞങ്ങളെ രക്ഷിക്കണമേ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാകുന്നു. ആമേൻ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. ആദിമുതൽ എന്നേക്കും ആമേൻ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങ് പരിശുദ്ധൻ പരിശുദ്ധൻ പരിശുദ്ധൻ. സ്വർഗ്ഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ മഹത്വത്താൽ സ്വർഗ്ഗവും ഭൂമിയും നിറഞ്ഞിരിക്കുന്നു. മാലാഖമാരും മനുഷ്യരും അങ്ങ് പരിശുദ്ധൻ പരിശുദ്ധൻ പരിശുദ്ധനെന്ന് ഉദ്ഘോഷിക്കുന്നു. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോട് കൂടെ. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, അങ്ങയുടെ തിരുനാമത്തിൽ ഉറച്ചു വിശ്വസിക്കുകയും ആ വിശ്വാസം പരമാർത്ഥതയോടെ ഏറ്റുപറയുകയും ചെയ്യുന്നവരെ അങ്ങ് ശക്തരാക്കണമേ. ആത്മശരീരങ്ങളെ പൗത്രീകരിക്കുന്ന ഈ പരിഹാര രഹസ്യങ്ങൾ അവർ വിശുദ്ധിയോടെ പരികർമ്മം ചെയ്യട്ടെ. നിർമ്മല ഹൃദയത്തോടും വിശുദ്ധ വിചാരങ്ങളോടും കൂടി അവർ അങ്ങേക്ക് പുരോഹിത ശുശ്രൂഷ ചെയ്യുകയും അങ്ങ് കനിഞ്ഞു നൽകിയ രക്ഷയെ പ്രതി നിരന്തരം അങ്ങയെ സ്തുതിക്കുകയും ചെയ്യട്ടെ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും ആമേൻ. കർത്താവേ നിൻ സ്തുതി പാടും, അനുദിനമങ്ങയെ വാഴ്ത്തും ഞാൻ. നാഥൻ മഹിമ നിറഞ്ഞവനും പാരം സ്തുത്യനുമെന്നെന്നും അനവദ്യൻ മമ നാഥാനിൻ മഹിമയ്ക്കളവിൽ അറിവു ഞാൻ. തലമുറ തലമുറയോടെന്നും തവ കർമ്മങ്ങൾ വിവരിക്കും. സമാധാനം നമ്മോട് കൂടെ. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, അങ്ങ് നൽകിയിട്ടുള്ളതും എന്നാൽ കൃതജ്ഞത പ്രകാശിപ്പിക്കുവാൻ ഞങ്ങൾക്ക് കഴിയാത്തതുമായ എല്ലാ സഹായങ്ങൾക്കും അനുഗ്രഹങ്ങൾക്കുമായി സകല സൗഭാഗ്യങ്ങളും നന്മകളും നിറഞ്ഞ് മുടിചൂടി നിൽക്കുന്ന സഭയിൽ ഞങ്ങൾ അങ്ങയെ നിരന്തരം സ്തുതിക്കുകയും മഹത്വപ്പെടുത്തുകയും ചെയ്യട്ടെ. അങ്ങ് സകലത്തിൻ്റെയും നാഥനും സ്രഷ്ടാവുമാവുന്നു. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും ആമേൻ. സർവാധിപനാം കർത്താവേ, നിന്നെ വണങ്ങി നമിക്കുന്നു. ഈശോനാഥ വിനയമോടെ നിന്നെ നമിച്ചു പുകഴ്ത്തുന്നു.
അമർത്യനു നിത്യമഹോന്നതമാം ഉത്ഥാനം നീ അരുളുന്നു. അക്ഷയമവനുടെ ആത്മാവിൻ ഉത്തമരക്ഷയുമേകുന്നു. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോട് കൂടെ. എൻ്റെ കർത്താവേ, നീ സത്യമായും ഞങ്ങളുടെ ശരീരങ്ങളെ ഉയർപ്പിക്കുന്നവനും ആത്മാക്കളെ രക്ഷിക്കുന്നവനും ജീവനെ നിത്യം പരിപാലിക്കുന്നവനുമാകുന്നു. ഞങ്ങളെപ്പോഴും നിനക്ക് സ്തുതിയും കൃതജ്ഞതയും ആരാധനയും സമർപ്പിക്കുവാൻ കടപ്പെട്ടവരാകുന്നു. സകലത്തിൻ്റെയും നാഥ എന്നേക്കും. ആമേൻ. ശബ്ദമുയർത്തി പാടിടുവിൻ, സർവരുമൊന്നായി പാടിടുവിൻ. എന്നെന്നും ജീവിക്കും സർവേശ്വരനെ വാഴ്ത്തിടുവിൻ, വാഴ്ത്തിടുവിൻ. പരിപാവനനാ സർവേശ, പരിപാവനനാ ബലവാനേ, പരിപാവനനാ അമർത്യനേ, നിൻ കൃപ ഞങ്ങൾ കേൾക്കണമേ. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോട് കൂടെ. വിശുദ്ധരിൽ സംപ്രീതനായി വസിക്കുന്ന പരിശുദ്ധനും സുദീർഘനും ബലവാനും അമർത്തിനുമായ കർത്താവേ, അങ്ങയുടെ സ്വഭാവത്തിനൊത്ത വിധം എപ്പോഴും ഞങ്ങളെ കടാക്ഷിക്കുകയും അനുഗ്രഹിക്കുകയും ഞങ്ങളോട് കരുണ കാണിക്കുകയും ചെയ്യണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും. ആമേൻ. സഹോദരരെ, നിങ്ങളിരുന്ന് ശ്രദ്ധയോടെ കേൾക്കുവിൻ. ഉൽപ്പത്തിയുടെ പുസ്തകത്തിൽ നിന്നുള്ള വായന, അധ്യായം 14, 17 മുതൽ 20 വരെയുള്ള വാക്യങ്ങൾ. ഗുരു ആശീർവദിച്ചാലും. മിശിഹ സഹോദരിയെ അനുഗ്രഹിക്കട്ടെ. കേദോർലാവോമരെയും കൂടെയുണ്ടായിരുന്ന രാജാക്കന്മാരെയും തോൽപ്പിച്ച് മടങ്ങി വന്ന അബ്രാഹത്തിനെ എതിരേൽക്കാൻ സോദോം രാജാവ് രാജാവിൻ്റെ താഴ്വര എന്നറിയപ്പെടുന്ന ഷാവെ താഴ്വരയിലേക്ക് ചെന്നു. സാലം രാജാവായ മെൽക്കിസദേക്ക് അപ്പവും വീഞ്ഞും കൊണ്ടുവന്നു. അത്യുന്നതനായ ദൈവത്തിൻ്റെ പുരോഹിതനായിരുന്നു അവൻ. അവൻ അബ്രാഹത്തിനെ ആശീർവദിച്ചുകൊണ്ട് പറഞ്ഞു, ആകാശത്തിൻ്റെയും ഭൂമിയുടെയും നാഥനായ അത്യുന്നത ദൈവത്തിൻ്റെ കൃപാകടാശം നിന്റെ മേലുണ്ടാവട്ടെ. ശത്രുക്കളെ നിന്റെ കയ്യിൽ ഏൽപ്പിച്ച അത്യുന്നത ദൈവം അനുഗ്രഹീതൻ. അബ്രാഹം എല്ലാത്തിൻ്റെയും ദശാംശം അവന് കൊടുത്തു. ദൈവമായ കർത്താവിനെ സ്തുതി. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, അങ്ങയുടെ ജീവദായകവും ദൈവികമായ കൽപ്പനകളുടെ മധുരസ്വരം ശ്രവിക്കുന്നതിനും ഗ്രഹിക്കുന്നതിനും ഞങ്ങളുടെ ബുദ്ധിയെ പ്രകാശിപ്പിക്കണമേ. അതുവഴി ആത്മശരീരങ്ങൾക്ക് ഉപകരിക്കുന്ന സ്നേഹവും ശരണവും രക്ഷയും ഞങ്ങളിൽ ഫലമണിയുന്നതിനും നിരന്തരം ഞങ്ങൾ അങ്ങയെ സ്തുതിക്കുന്നതിനും അങ്ങയുടെ കാരുണ്യത്താലും അനുഗ്രഹത്താലും ഞങ്ങളെ സഹായിക്കണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും. ആമേൻ. നിങ്ങൾ ശ്രദ്ധയോടെ ശ്രദ്ധിക്കുവിൻ. വിശുദ്ധ പൗലോസ്ലീഹ കൊരിന്ത്യോസ്കാർക്ക് എഴുതിയ 1-ാം ലേഖനം, അധ്യായം 11, 23 മുതൽ 30 വരെയുള്ള വാക്യങ്ങൾ. ഗുരു ആശീർവദിച്ചാലും. മിശിഹ സഹോദരനെ അനുഗ്രഹിക്കട്ടെ. കർത്താവിൽ നിന്ന് എനിക്ക് ലഭിച്ചതും ഞാൻ നിങ്ങളെ ഫലമേൽപ്പിച്ചതുമായ കാര്യം ഇതാണ്. കർത്താവായ യേശു താൻ ഒറ്റിക്കൊടുക്കപ്പെട്ട രാത്രിയിൽ അപ്പമെടുത്ത് കൃതജ്ഞത അർപ്പിച്ചതിന് ശേഷം അത് മുറിച്ചുകൊണ്ട് അരുളി ചെയ്തു, ഇത് നിങ്ങൾക്ക് വേണ്ടിയുള്ള എൻ്റെ ശരീരമാണ്, എൻ്റെ ഓർമ്മയ്ക്കായി നിങ്ങളിത് ചെയ്യുവിൻ. അപ്രകാരം തന്നെ അത്താഴത്തിന് ശേഷം പാനപാത്രമെടുത്ത് അരുളി ചെയ്തു, ഇത് എൻ്റെ രക്തത്തിലുള്ള പുതിയ ഉടമ്പടിയാണ്. നിങ്ങൾ ഇത് പാനം ചെയ്യുമ്പോഴെല്ലാം എൻ്റെ ഓർമ്മയ്ക്കായി ചെയ്യുവിൻ. നിങ്ങൾ ഈ അപ്പം ഭക്ഷിക്കുകയും ഈ പാത്രത്തിൽ നിന്ന് പാനം ചെയ്യുകയും ചെയ്യുമ്പോഴെല്ലാം കർത്താവിൻ്റെ മരണം അവൻ്റെ പ്രത്യാഗമനം വരെ പ്രഖ്യാപിക്കുകയാണ് ചെയ്യുന്നത്. തന്മൂലം ആരെങ്കിലും അയോഗ്യതയോടെ കർത്താവിൻ്റെ അപ്പം ഭക്ഷിക്കുകയും പാത്രത്തിൽ നിന്ന് പാനം ചെയ്യുകയും ചെയ്താൽ
അവൻ കർത്താവിൻ്റെ ശരീരത്തിനും രക്തത്തിനും എതിരെ തെറ്റ് ചെയ്യുന്നു. അതിനാൽ ഓരോരുത്തരും ആത്മപരിശോധന ചെയ്തതിന് ശേഷം ഈ അപ്പം ഭക്ഷിക്കുകയും പാത്രത്തിൽ നിന്ന് പാനം ചെയ്യുകയും ചെയ്യട്ടെ. എന്തുകൊണ്ടെന്നാൽ ശരീരത്തെ വിവേചിച്ചറിയാതെ ഭക്ഷിക്കുകയും പാനം ചെയ്യുകയും ചെയ്യുന്നവൻ തൻ്റെ തന്നെ ശിക്ഷാവിധിയാണ് ഭക്ഷിക്കുന്നതും പാനം ചെയ്യുന്നതും. നിങ്ങളിൽ പലരും രോഗികളും ദുർബലരും ആയിരിക്കുന്നതിനും ചിലർ മരിച്ചുപോയതിനും കാരണം ഇതാണ്. നമ്മുടെ കർത്താവായ മിശിഹായ്ക്ക് സ്തുതി. ഹല്ലേലൂയ പാടിടുന്നേ, ഹല്ലേലൂയ 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 പാടിടുന്നേ, ഹല്ലേലൂയ ഹല്ലേലൂയ. നല്ലൊരാശയമെന്മനതാരിൽ വന്നു നിറഞ്ഞു തുളുമ്പിടുന്നു. രാജാവിൻ തിരുമുൻപിൽ കീർത്തന മധുവായി ഞാനതൊഴുക്കിടട്ടെ. ഏറ്റമനുഗ്രഹപൂരിത കവിതൻ തുലിക പോലെന്നാവിപ്പോൾ. താതനും അതുപോൽ സുതനും പരിശുദ്ധാത്മാവിനും സ്തുതി ഉയരട്ടെ. ആദിമുതൽക്കേ എന്നും നിത്യവുമായി ഭവിച്ചിടട്ടെ. ആമേൻ. ഹല്ലേലൂയ പാടിടുന്നേ, ഹല്ലേലൂയ 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 പാടിടുന്നേ, ഹല്ലേലൂയ ഹല്ലേലൂയ. നമുക്ക് ശ്രദ്ധാപൂർവം നിന്ന് പരിശുദ്ധ സുവിശേഷം ശ്രവിക്കാം. സമാധാനം നിങ്ങളോട് കൂടെ. അങ്ങയോടും അങ്ങയുടെ ആത്മാവോടും കൂടെ. വിശുദ്ധ യോഹന്നാൻ അറിയിച്ച നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ പരിശുദ്ധ സുവിശേഷം. നമ്മുടെ കർത്താവായ മിശിഹായ്ക്ക് സ്തുതി. സ്വർഗത്തിൽ നിന്നും ഇറങ്ങിയ ജീവനുള്ള അപ്പം ഞാനാകുന്നു. ആരെങ്കിലും ഈ അപ്പത്തിൽ നിന്നും ഭക്ഷിച്ചാൽ അവൻ എന്നേക്കും ജീവിക്കും. ലോകത്തിൻ്റെ ജീവന് വേണ്ടി ഞാൻ നൽകുന്ന അപ്പം എൻ്റെ ശരീരമാകുന്നു. അപ്പോൾ ഇതേപ്പറ്റി യഹൂദർക്കിടയിൽ തർക്കമുണ്ടായി. ഭക്ഷിക്കാൻ നമുക്ക് തൻ്റെ ശരീരം നൽകാൻ ഇവൻ എങ്ങനെ കഴിയും എന്ന് അവർ ചോദിച്ചു. ഈശോ പറഞ്ഞു, സത്യം സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു, നിങ്ങൾ മനുഷ്യപുത്രൻ്റെ ശരീരം ഭക്ഷിക്കുകയും അവൻ്റെ രക്തം പാനം ചെയ്യുകയും ചെയ്യുന്നില്ലെങ്കിൽ നിങ്ങളിൽ ജീവനുണ്ടായിരിക്കുകയില്ല. എൻ്റെ ശരീരം ഭക്ഷിക്കുകയും എൻ്റെ രക്തം പാനം ചെയ്യുകയും ചെയ്യുന്നവന് നിത്യജീവനുണ്ട്. അവസാന ദിവസം ഞാൻ അവനെ ഉയർപ്പിക്കും. എന്തെന്നാൽ എൻ്റെ ശരീരം യഥാർത്ഥ ഭക്ഷണമാകുന്നു, എൻ്റെ രക്തം യഥാർത്ഥ പാനീയവും. എൻ്റെ ശരീരം ഭക്ഷിക്കുകയും എൻ്റെ രക്തം പാനം ചെയ്യുകയും ചെയ്യുന്നവൻ എന്നിലും ഞാൻ അവനിലും വസിക്കുന്നു. ജീവിക്കുന്നവനായ പിതാവ് എന്നെ അയച്ചു. ഞാൻ പിതാവ് മൂലം ജീവിക്കുന്നു. അതുപോലെ എന്നെ ഭക്ഷിക്കുന്നവൻ ഞാൻ മൂലം ജീവിക്കും. ഇതും സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വന്ന അപ്പമാകുന്നു. പിതാക്കന്മാർ മന്ന ഭക്ഷിക്കുകയും മരിക്കുകയും ചെയ്തതുപോലെയല്ല, ഈ അപ്പം ഭക്ഷിക്കുന്നവൻ എന്നേക്കും ജീവിക്കും. കഫർനാമിലെ സിനഗോഗിൽ പഠിപ്പിച്ചു കൊണ്ടിരിക്കുമ്പോഴാണ് അവൻ ഇത് പറഞ്ഞത്. നമ്മുടെ കർത്താവായ മിശിഹായ്ക്ക് സ്തുതി. ഈശോയിൽ ഏറ്റവും സ്നേഹം നിറഞ്ഞ ഡാലിയ, ആൽഫ്രഡ്, ടോബി, എയ്ഡൻ, അവരുടെ പ്രിയപ്പെട്ട മാതാപിതാക്കളെ, വാത്സല്യമുള്ള സഹോദരി സഹോദരന്മാരെ, പ്രിയ കുട്ടികളെ,
ഈ ഇടവക സമൂഹത്തെ സംബന്ധിച്ചിടത്തോളം വളരെ സന്തോഷകരമായ ഒരു മുഹൂർത്തത്തിലൂടെയാണ് കടന്നു പോകുന്നതെന്ന് വിശുദ്ധ ബലിയുടെ ആരംഭത്തിൽ ഞാൻ നിങ്ങളോട് സൂചിപ്പിച്ചു. ഈ 4 മക്കളുടെ ജീവിതത്തിലേക്ക് ഈശോ ഇന്ന് ഔദ്യോഗികമായി അവരുടെ ഹൃദയത്തിലേക്ക്, അവരുടെ നാവിലേക്ക് കടന്നു വരികയാണ്. വിശ്വാസത്തിൻ്റെ വെളിച്ചത്തിൽ നമ്മൾ കാണുമ്പോൾ നാം സ്വീകരിക്കുന്ന ഏറ്റവും ഫലദായകമായ ഒരു കൂദാശ നമ്മുടെ ജീവിതമാകുന്ന ഈ യാത്രയിൽ, ആത്മീയമായ നമ്മുടെ യാത്രയ്ക്ക് നമ്മളെ സന്നദ്ധമാക്കുന്ന, നമുക്കതിന് ഇന്ധനമായി തീരുന്ന ഒരു ദിവ്യ ഔഷധം, അതാണ് വിശുദ്ധ കുർബാന. ആ വിശുദ്ധ കുർബാന സ്വീകരിക്കുവാൻ ഇന്ന് സഭാമാതാവ് ഈ മക്കളെ ഔദ്യോഗികമായി ക്ഷണിച്ചിരിക്കുകയാണ്. ആ ക്ഷണത്തിൽ പങ്കുചേർന്നുകൊണ്ട് ഈ വലിയ കൂദാശയുടെ മാഹാത്മ്യം മനസ്സിലാക്കുവാനും അതിൻ്റെ വെളിച്ചത്തിൽ നമ്മുടെ ക്രൈസ്തവ ജീവിതത്തെ കരുപിടിപ്പിക്കാനും നമുക്ക് ആത്മാർത്ഥമായിട്ട് പരിശ്രമിക്കാം. അതുകൊണ്ട് ഈ 4 മക്കൾക്കും ഈ ഇടവ അങ്ങളുടെ എല്ലാവരുടെയും പേരിൽ എല്ലാവിധത്തിലുള്ള നന്മകളും ആശംസകളും നേരുവാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. അതോടൊപ്പം തന്നെ ഇവരെ പരിശീലിപ്പിച്ച മാർഗരറ്റ് മാം ഈസ് ഹിയർ, സോ ഷീ ട്രെയിൻഡ് ദം. സോ ഐ പ്രൗഡ്ലി welcome her and also accept her service, and also it is our duty to acknowledge her service to our community. So thank you, ma'am, for your dedicated and sincere service for our community very specially. So to അതുപോലെ തന്നെ അവരെ പരിശീലിപ്പിച്ച മിനിയുണ്ട്, മിനി ആൻഡോ. 4ാം ക്ലാസ്സിലെ വേദപാഠ ക്ലാസ്സിൽ ഈശോയെക്കുറിച്ചുള്ള മതപഠന ക്ലാസ്സുകൾ 1, 2, 3, 4ാം ക്ലാസ്സിലാണ് വിശുദ്ധ കുർബാന സ്വീകരിക്കുവാനായിട്ട് അവരെ ഒരുക്കുന്നതിനുള്ള പ്രത്യേകമായ ശ്രമം നടക്കുന്നത്. അത് വളരെ മനോഹരമായി പഠിപ്പിച്ച മിനിയെയും ആൻഡോയെയും ഞാൻ ഈ അവസരത്തിൽ നന്ദിയോടുകൂടി ഓർക്കുന്നു. മറ്റ് മതാധ്യാപകരെല്ലാവരും അതിനോട് ചേർന്ന് സഹകരിച്ചവരാണ്. അവരെയൊക്കെ നമുക്ക് നന്ദിയോടുകൂടി ഓർക്കാം. നമ്മൾ ഇന്ന് എല്ലാ ദിവസവും വിശുദ്ധ കുർബാന സ്വീകരിച്ചതിന് ശേഷം പറയുന്ന ഒരു കൊച്ചു വാചകം അതിതാണ്: ഈശോയുടെ തിരുരക്തം ഞാൻ എൻ്റെ ശരീരത്തിൽ കുത്തിവയ്ക്കുന്നു. I am vaccinated the precious blood of Jesus Christ. അതാണ് നമ്മൾ പറയുന്നത്. അതിൻ്റെ പച്ച മലയാളമാണ് എൻ്റെ ശരീരത്തിൽ കുത്തിവയ്ക്കുന്നു. ഒരു വൈറസിനും അതിനെ അല്ലെങ്കിൽ എന്നെ തോൽപ്പിക്കാനാവില്ല. ഇത് നമ്മുടെ പരിശുദ്ധ പിതാവ് ഫ്രാൻസിസ് പാപ്പ നമ്മളിത് മനസ്സിൽ എപ്പോഴും ഉരുവിടണമെന്ന് പറഞ്ഞ് പഠിപ്പിച്ച ഒരു പ്രാർത്ഥനയാണ്. ഒരു വിശ്വാസത്തിൻ്റെ ചൈതന്യത്തിൽ ജീവിക്കുന്ന ക്രൈസ്തവ വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം ഈ പറഞ്ഞ പ്രാർത്ഥനയുടെ ആഴം എന്തുമാത്രമുണ്ട് എന്ന് ഞാൻ പറഞ്ഞു തരേണ്ട കാര്യമില്ല. അതൊരു വാക്സിനാണ്. ഞാൻ പറഞ്ഞതുപോലെ, ആദ്യമേ പറഞ്ഞതുപോലെ, അതൊരു ഔഷധമാണ്. എൻ്റെയും നിങ്ങളുടെയും ക്രൈസ്തവ ജീവിതത്തിൻ്റെ താളപ്പിഴകൾക്ക് പരിഹാരം ലഭിക്കാൻ സാധ്യതയുള്ള ഒരു വലിയ സിദ്ധൌഷധം. ഇതാണ് കത്തോലിക്ക സഭയുടെ മാഹാത്മ്യം എന്ന് പറയുന്നത്. എന്ന് വിശുദ്ധ കുർബാന അവസാനിക്കുന്നുവോ അന്ന് ക്രൈസ്തവ സഭ തകർന്ന് തരിപ്പണമാകും. അതല്ലാതെ കണ്ട് ആര് എന്ത് തകർത്താലും തകർക്കാത്ത ഒരു വലിയ 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 ശക്തിയായി നിൽക്കുന്നതിൻ്റെ പിന്നിലുള്ള വലിയ ശക്തി എന്ന് പറയുന്നത് ഈ വിശുദ്ധ ബലിയാണ്, ഈ വിശുദ്ധ കുർബാനയാണ്. നമ്മുടെ ആത്മാവിൻ്റെ കറകളെ കുംഭസാരം എന്ന വലിയ കൂദാശയിലൂടെ കഴുകിക്കളഞ്ഞ് ദൈവത്തിൻ്റെ തിരുമുമ്പിൽ സ്വീകാര്യരായി തീരുവാൻ, കർത്താവെ അങ്ങൻ്റെ ഭവനത്തിലേക്ക് പ്രവേശിക്കാൻ ഞാൻ യോഗ്യനല്ല, പക്ഷെ നീ ഒരു വാക്ക് പറഞ്ഞാൽ മതി, ഞാൻ സൗഖ്യം പ്രാപിക്കും, നിന്റെ പാപങ്ങൾ നിന്നോട് ക്ഷമിച്ചിരിക്കുന്നു എന്ന് പറയുന്ന ഒരു കൊച്ചു വാക്കിലൂടെ ഈശോ എത്രയോ മനുഷ്യരുടെ ഹൃദയങ്ങളിലേക്കാണ് എന്നും സമാധാനമായി ശാന്തമായി കടന്നു ചെന്നുകൊണ്ടിരിക്കുന്നത്. അതിൻ്റെ ആഴത്തെക്കുറിച്ചും അർത്ഥത്തെക്കുറിച്ചും എന്തുമാത്രം പഠിച്ചാലും തീരാത്ത ഒന്ന് തന്നെയാണ്. അതറിയാവുന്ന പരിശുദ്ധ പിതാവാണ് നമ്മളോട് പറഞ്ഞു തന്നത്,
നിങ്ങൾ ഈ വലിയ സുഹൃത ജപം നിങ്ങളുടെ അനുദിന ജീവിതത്തിൻ്റെ ഓരോ നിമിഷവും നിങ്ങളുടെ മനസ്സുകളിൽ കോറിയിടണമെന്ന്. അതിനോട് ചേർന്ന് നിന്നുകൊണ്ടാണ് നമ്മൾ ഇന്നത്തെ ദിവസത്തെ നമ്മൾ കാണുകയും മനസ്സിലാക്കുകയും ചെയ്യേണ്ടത്. ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് ഒരു കൊച്ചു വിശുദ്ധനെ അല്ലെങ്കിൽ ഒരു കൊച്ചു വിശുദ്ധനാകാനുള്ള അതിൻ്റെ ഏറ്റവും അവസാനത്തെ ഘട്ടത്തിലേക്ക് നമ്മുടെ നാട്ടിൽ തന്നെ ജനിച്ച, ലണ്ടനിൽ ജനിച്ച ഒരു പയ്യനെ, 15 വയസ്സ് മാത്രമുള്ള ഒരു പയ്യനെ ദൈവം തിരഞ്ഞെടുത്തു. അസീസിയിൽ വെച്ച് അവനെ വാഴ്ത്തപ്പെട്ടവനായി പ്രഖ്യാപിച്ചു. അവന്റെ പേരാണ് കാർലോ അക്വിറ്റസ്. 15 വയസ്സ് മാത്രമുള്ള ഒരു ചെറുപ്പക്കാരൻ, അതും ഈ നൂറ്റാണ്ടിൽ തന്നെ മരിച്ചുപോയ പയ്യനാണ്. അത്രയും ഈ ഇപ്പോഴുള്ള നമ്മുടെ കുട്ടികളെ പോലെ എല്ലാത്തരം അവനെ കുറിച്ച് പറയുന്നത് അവൻ IT എഞ്ചിനീയർ, അത്രമാത്രം പ്രാഗൽഭ്യമുള്ളവനായിരുന്നു എന്നാണ്. പരിശുദ്ധ കുർബാനയെക്കുറിച്ച് ലോകത്തിന് വലിയ ഒരു ഉൾക്കാഴ്ച നൽകുവാൻ തക്കവിധം അവൻ അത്രമാത്രമുള്ള ഒരു ലൈബ്രറി ഒരുക്കി. ആ മകന്റെ ഓരോ വാക്കുകളും നമ്മളെ ഓരോരുത്തരെയും ഇരുത്തി ചിന്തിപ്പിക്കേണ്ട ഒന്നാണ്. അമ്മയ്ക്ക് വിശ്വാസമില്ലാത്ത അവളായിരുന്നു, പക്ഷേ അമ്മയെ പോലും വിശ്വാസത്തിലേക്ക് കൊണ്ടുവരുവാൻ ഈ മകന് സാധിച്ചു എന്നാണ് ഈ ദിവസങ്ങളിലെ നമ്മൾ വാർത്തകളിലൂടെയൊക്കെ നമ്മൾ ശ്രവിച്ചത്. ആ മകൻ പറയുന്ന 1-2 വാചകങ്ങൾ ഞാൻ നിങ്ങൾക്കായി വെക്കുകയാണ്. ടു ഓൾവേസ് ക്ലോസ് ടു ജീസസ്, ദാറ്റ് ഈസ് മൈ ലൈഫ് പ്ലാൻ. ഇതാ ഇവിടെ ഇരിക്കുന്ന ചെറുപ്പക്കാരനെയും ചെറുപ്പക്കാരികളെയും ഒക്കെ നോക്കിക്കൊണ്ട് ആ പയ്യൻ നമ്മളോട് നോക്കി വെല്ലുവിളിക്കുകയാണ്. ടു ഓൾവേസ് ബി ക്ലോസ് ടു ജീസസ്, ദാറ്റ് ഈസ് മൈ ലൈഫ് പ്ലാൻ. സോ വാട്ട് ഈസ് യുവർ ലൈഫ് പ്ലാൻ? ഏഴോ എട്ടോ വയസ്സുള്ളപ്പോൾ ആദ്യ കുർബാന സ്വീകരിച്ച് അന്നു മുതൽ പതിവായി വിശുദ്ധ കുർബാന സ്വീകരിക്കുകയും വിശുദ്ധ കുർബാനയെ അതുപോലെ ആദരിക്കുകയും സ്നേഹിക്കുകയും ചെയ്ത ആ പയ്യൻ വീണ്ടും അവൻ പറയാണ്, യൂക്കറിസ്റ്റ് ഈസ് ദ ഹൈവേ ടു ഹെവൻ. നമുക്കൊക്കെയുള്ള ഒരു ചിന്താഗതിയുണ്ട്, ഈ എൻ്റെ ജീവിതം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെയാണെന്ന്. ഇവിടം കൊണ്ട് ചത്തൊടുങ്ങി പോകുന്നതല്ല നമ്മുടെ ജീവിതമെന്ന് നാം മനസ്സിലാക്കണം. ഇതൊരു ചെറിയൊരു വഴി മാത്രമേ ഉള്ളൂ. ഇതിനപ്പുറത്തേക്ക് എനിക്കൊരു ജീവിതമുണ്ട് എന്ന് മനസ്സിലാക്കുമ്പോഴാണ്, അതിൻ്റെ ദൈവവുമായിട്ടുള്ള ഒന്നുചേരലാണ്, എൻ്റെ പറുദീസ പ്രവേശനമാണെന്ന് മനസ്സിലാക്കുമ്പോഴാണ് ഈ വിശുദ്ധ കുർബാനയുടെ മാഹാത്മ്യം നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. അതുകൊണ്ടാണ് ആ പയ്യൻ പറഞ്ഞ്, ദി യൂക്കറിസ്റ്റ് ഈസ് ദ ഹൈവേ ടു ഹെവൻ. വീണ്ടും അവൻ പറയുകയാണ്, ദ മോർ യൂക്കറിസ്റ്റ് വി റിസീവ്, the more we will become like Jesus, so that on earth we will have a foretaste of heaven. ഇത് നിങ്ങൾ പറയും, ഇത് ഇന്ന് 21-ാം നൂറ്റാണ്ടിലെ ഒരു പയ്യൻ പറഞ്ഞതാണ്. ഇത് ആര് പറഞ്ഞതാണെന്ന് അറിയാമോ? വിശുദ്ധ ആഗസ്തീനോസ് അല്ലെങ്കിൽ ആദ്യകാല സഭാപിതാക്കന്മാരുടെ കാലഘട്ടങ്ങളിലുള്ള വിശുദ്ധ ആഗസ്തീനോസ് അന്ന് പറഞ്ഞു വെച്ചതാണ്. അന്ന് വിശുദ്ധ അഗസ്റ്റിൻ പറഞ്ഞു വെച്ച വാക്ക് ഇപ്രകാരമായിരുന്നു, എവറി ടൈം വി അപ്രോച്ച് ദ യൂക്കറിസ്റ്റ് വി ആർ ട്രാൻസ്ഫോംഡ് ഇൻടു ജീസസ്. See, Carlos reinterpreted the patristic theology or their teachings in a different style. അതിനോട് ചേർന്നുകൊണ്ട് പരിശുദ്ധ പിതാവ് പറയുകയാണ്, as bread and wine are converted into the body and blood of the Lord, so those who receive with faith are transformed into a living Eucharist. നമ്മുടെ അമ്മയായ സഭ നമ്മളെ പഠിപ്പിക്കുന്നതാണ്, ഈ സക്രാരിയിലെ ഈശോയുടെ സാന്നിധ്യം, ജീസസ് ഈസ് റിയലി truly and substantially present in the Holy Eucharist. ഇതാണ് കത്തോലിക്കന്റെ പ്രത്യേകത. ആ വിശ്വാസത്തിന്റെ ചൈതന്യം ഏറ്റുവാങ്ങിയവരാണ് നമ്മൾ. അതാണ് നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് നമ്മൾ കൊടുക്കേണ്ടത്. ഫ്രാൻസിസ് മാർപ്പാപ്പ തുടങ്ങിയാണ്, ഫസ്റ്റ് കമ്മ്യൂണിയൻ ഈസ് or first Holy Communion is above all a celebration. Yes, you can see the
the way in which the church is arranged. My dear children, have you seen it? I appreciate the parents or those who have worked behind all these things. It is for you. And for what? We celebrate Jesus who wants to remain always by our side, your side. കർത്താവ് നിങ്ങളോട് കൂടിയുണ്ട്. ഈശോ ഇന്ന് നിങ്ങളോട് കൂടെ വരികയാണ്. നിങ്ങളുടെ ഹൃദയത്തിലുണ്ട്. അത് നിങ്ങൾ മനസ്സിലാക്കണം. അപ്പം അതുകൊണ്ട് ആ തരത്തിൽ നമ്മുടെ ജീവിതത്തെ നമുക്ക് വിശുദ്ധീകരിക്കാം. ആ ഒരു ബോധ്യത്തോടെ നമുക്ക് വ്യാപരിക്കാം. വിശുദ്ധ കുർബാനയിൽ നിന്ന് അകലുന്തോറും നിന്റെ ആത്മാവ് ദുർബലമാകും. അവസാനം അപകടകരമാം വിധം നീ നിസ്സംഗതനായി തീരും. ഇത് വിശുദ്ധ ജോൺ ബോസ്കോ തൻ്റെ ചെറുപ്പക്കാരായിട്ടുള്ള ഓറട്ടറിയിലെ മക്കൾക്ക് പറഞ്ഞു കൊടുത്ത കാര്യമാണ്. ഇത് തന്നെയാണ് സഭ എന്നും പ്രഘോഷിച്ചുകൊണ്ടിരിക്കുന്നത്. അതിലെ കാര്യം ഇതാണ്, എൻ്റെ രക്ഷ എൻ്റെ യേശുവിൻ്റെ നാമത്തിലാണ്. നാം ഇതിന് സാക്ഷ്യം വഹിക്കണം. അവൻ മാത്രമാണ് രക്ഷകൻ. അവൻ ദേവനൊന്നുമല്ല, അവൻ രക്ഷകനാണ്, അവൻ കർത്താവാണ്, അവൻ ദൈവമാണ്. നമ്മുടെയൊക്കെ ഗാനശകലങ്ങളിൽ ദേവൻ എന്ന് പറഞ്ഞുകൊണ്ടൊക്കെ നമ്മൾ പാടുന്നത്. We have no right. Jesus is not Devan. Devan is one of the gods. He is not one of the gods. He is God. എൻ്റെ രക്ഷകനാണ്, എൻ്റെ ദൈവമാണ്. ആ ദൈവത്തെയാണ് ഞാൻ സ്വീകരിക്കുന്നത്. ആ ദൈവത്തിന് മുമ്പിലാണ് ഞാൻ ഇരിക്കുന്നത്. അവിടുന്നാണ് എന്നെ നയിക്കുന്നത്. മക്കളെ, ഈ വിശ്വാസം, this trust, Jesus is my Lord. I trust in you. Say it in your life. My dear Jesus, I trust in you. You are my God. So, എൻ്റെ പ്രിയ സഹോദരങ്ങളെ, ഈ മക്കൾക്ക് മാതൃക കൊടുക്കത്തക്ക വിധത്തിൽ നിങ്ങളും ഏറ്റവും നന്നായി വ്യാപരിക്കുക. ആ മാതാപിതാക്കൾ എന്ന നിലയിൽ നിങ്ങൾക്കുള്ള ദൗത്യം വളരെ വലുതാണ്. അച്ഛൻ എത്ര പറഞ്ഞാലോ, മെത്രാൻ എത്ര പറഞ്ഞാലോ, മാർപ്പാപ്പ എത്ര പറഞ്ഞിട്ടോ ഒരു കാര്യവുമില്ല. നിങ്ങളുടെ മക്കൾ കാണുന്നത് നിങ്ങളെയാണ്. നിങ്ങളുടെ സംസാരങ്ങൾ, നിങ്ങളുടെ പ്രവൃത്തികൾ, നിങ്ങളുടെ ചെയ്തികൾ നിങ്ങൾ കാണുന്നില്ലെങ്കിലും പലതും അവർ കാണുന്നുണ്ട്. പറയുന്നില്ലെന്ന് മാത്രമേ ഉള്ളൂ. പലതും കാണുന്നുണ്ട്, പലതും ഒബ്സർവ് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് അത്തരത്തിലുള്ളൊരു വിശ്വാസ ജീവിതത്തിലേക്ക് വളരാൻ കർത്താവ് നിങ്ങളെ ഓരോരുത്തരെയും പ്രാപ്തരാക്കട്ടെ. നല്ല ക്രൈസ്തവ മൂല്യങ്ങളുടെ, ധാർമ്മികതയുടെ, വിശ്വാസത്തിൻ്റെ ചൈതന്യത്തിൽ വളരാൻ ഈ മക്കൾക്കിടയാകട്ടെ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. നമുക്കെല്ലാവർക്കും സന്തോഷത്തോടും അനുതാപത്തോടും ശ്രദ്ധയോടും കൂടെ നിന്ന് കർത്താവെ ഞങ്ങളുടെ മേൽ കൃപയുണ്ടാകണമേ എന്ന് പ്രാർത്ഥിക്കാം. കർത്താവേ, ഞങ്ങളുടെ മേൽ കൃപയുണ്ടാകണമേ. Lord Jesus, we pray for our parents, siblings, and other family members. Teachers, friends, and neighbors who helped us to be prepared for our first Holy Communion today by receiving Jesus Christ's precious body and blood. Lord Jesus, we thank all of them for their tireless effort and hard work that equipped us to be ready for this holy sacrament in our life. Lord, bless and protect them to spread your gospel by their life. Lord, hear our prayers. Lord, graciously hear us. Dear loving Heavenly Father, we earnestly pray for the entire world shattered by the spread of the pandemic, COVID-19. We pray for the infilling your Holy Spirit, our helper, to enkindle the researchers and authority to tackle the virus by the form of vaccine, correct decisions and wise action during this time of distress. Lord, hear our prayer. Lord, graciously hear us.
Jesus, we pray for entire humanity, especially children, to experience your love and mercy. Lord, help them to grow in faith with kindness, compassion, and empathy towards their brethren and become true faithful of yours. Lord, hear our prayers. Lord, graciously hear us. Dear Father, we pray for our Pope Francis, Bishop, priests, nuns, other religious people, and catechists. Lord, protect them and help them to faithful to their divine vows and duty, because their sanctity enlighten us to be faithful to you and firm in our journey of faith. Lord, hear our prayers. Lord, graciously hear us. മിശിഹായുടെ സഭ മുഴുവൻ്റെയും തലവനായ ഞങ്ങളുടെ പരിശുദ്ധ പിതാവ് ഫ്രാൻസിസ് പാപ്പായുടെയും ഞങ്ങളുടെ സഭയുടെയും തലവനും പിതാവുമായ മാർ ജോർജ് ആലഞ്ചേരി ശ്രേഷ്ഠ മെത്രാപ്പോലിത്തയുടെയും ഞങ്ങളുടെ രൂപതാധ്യക്ഷന്മാരായ ജോസഫ് മെത്രാൻ്റെയും പാട്രിക് മെത്രാൻ്റെയും അവരുടെ സഹശുശ്രൂഷകളുടെയും ക്ഷേമത്തിനു വേണ്ടി അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഞങ്ങളുടെ മേൽ കൃപയുണ്ടാകണമേ. നമുക്കെല്ലാവർക്കും നാം ഓരോരുത്തരെയും പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സമർപ്പിക്കാം. ഞങ്ങളുടെ ദൈവമായ കർത്താവേ, അങ്ങേക്ക് ഞങ്ങൾ സമർപ്പിക്കുന്നു. കർത്താവേ, ബലവാനായ ദൈവമേ, അങ്ങയോട് ഞങ്ങൾ വിനയപൂർവ്വം പ്രാർത്ഥിക്കുന്നു. അങ്ങയുടെ കൃപാവരം ഞങ്ങളിൽ നിറയ്ക്കണമേ. അങ്ങയുടെ ദാനങ്ങൾ ഞങ്ങളുടെ കരങ്ങൾ വഴി വർഷിക്കണമേ. അങ്ങയുടെ കൃപയും അനുഗ്രഹവും അങ്ങ് കാരുണ്യാതിരേകത്താൽ തിരഞ്ഞെടുത്ത അങ്ങയുടെ അജഗണമായ ജനം മുഴുവൻ്റെയും കടങ്ങളുടെ പ്രതിക്കും പാപങ്ങളുടെ മോചനത്തിനും കാരണമാകട്ടെ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും. കർത്താവെ, ആശീർവദിക്കണമേ. സഹോദരരെ, നിങ്ങൾ കൈവെപ്പിനായി തലകുനിക്കുകയും ആശീർവാദം സ്വീകരിക്കുകയും ചെയ്യുവിൻ. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, സാർവത്രികവും ശ്ലൈകികവുമായ സഭയുടെ മേൽ അങ്ങയുടെ കരുണ നിറഞ്ഞ വലം കൈ നീട്ടണമേ. ദൃശ്യവും അദൃശ്യവുമായ സകല വിപത്തുകളിൽ നിന്നും അതിനെ സംരക്ഷിക്കണമേ. ഭക്തിയോടും ശ്രദ്ധയോടും വിശുദ്ധിയോടും കൂടെ ഞങ്ങളുടെ മുമ്പാകെ ശുശ്രൂഷ ചെയ്യുവാൻ ഞങ്ങളെല്ലാവരെയും ദയാപൂർവ്വം യോഗ്യരാക്കണമേ. കരുണാനിധിയായ ദൈവമേ, ഞങ്ങളെല്ലാവരും വന്നുയർന്നങ്ങയെ ഞങ്ങളുമായി രമ്യതപ്പെടുന്ന നീതിയുടെ പ്രവൃത്തികളാൽ ജീവിതകാലം മുഴുവനും അങ്ങേ യഥോചിതം പ്രീതിപ്പെടുത്തുവാൻ ഞങ്ങളെ അനുഗ്രഹിക്കണമേ. അങ്ങേക്ക് സ്തുതിയും ബഹുമാനവും കൃതജ്ഞതയും ആരാധനയും നിരന്തരം സമർപ്പിക്കുവാൻ ഞങ്ങളെ യോഗ്യരാക്കുകയും ചെയ്യണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും. മാമോദിസ സ്വീകരിക്കുകയും ജീവന്റെ അടയാളത്തിൽ മുദ്രിതരാകുകയും ചെയ്തവർ ഭക്തിയോടും ശ്രദ്ധയോടും കൂടെ വിശുദ്ധ രഹസ്യങ്ങളിൽ പങ്കുകൊള്ളട്ടെ. കർത്താവിൽ ഞാൻ ദൃഢമായി ശരണപ്പെട്ടു. കർത്താവിൻ തിരുമേനി നിണവുമിതാ പാവന ബലിപീഠേ സ്നേഹഭയങ്ങളോടണയുക അഖിലരുമൊന്നായി സന്നിധിയിൽ വാനവനിരയോടു ചേർന്നേവം പാടാം. ദൈവം പരിശുദ്ധൻ പരിശുദ്ധൻ നിത്യം പരിശുദ്ധൻ. സാധനും അതുപോലാത്മജനും ദിവ്യറുഹായ്ക്കും
ശാന്തി ലഭിച്ചിടുവാൻ നിങ്ങൾ പ്രാർത്ഥിപ്പിൻ. സർവരുമൊന്നായി പാടിയിടട്ടെ ആമേനാമേൻ. മർത്തോമായെയും നിനസാക്ഷികളെയും സൽക്കർമ്മികളെയും വെളിയിലോർത്തിടാ. നമ്മുടെ കൂടെ ബലവാനാം കർത്താവെന്നേക്കും രാജാവാം ദൈവം നമ്മോടൊത്തെന്നും. യാക്കോബിൻ ദൈവം നമ്മുടെ തുണയെന്നും. ചെറിയവരെല്ലാം വലിയവരൊപ്പം കാത്തുവസിക്കുന്നു. ഹൃദയരെല്ലാരും നിൻ മഹിതോത്ഥാനത്തിൽ ശരണം തേടുന്നു. ഭക്തിതരായിടുവാ. തിരുസന്നിധിയിൽ ഹൃദയഗതങ്ങൾ ചൊരിയുവിനെന്നേക്കും. നോമ്പും പ്രാർത്ഥനയും പശ്ചാത്താപവുമായി ത്രിത്വത്തെ മോദാൽ നിത്യം വാഴ്ത്തിടാ. സർവശക്തനും പിതാവുമായ ഏകദൈവത്തിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു. ദൃശ്യവും അദൃശ്യവുമായ സകലത്തിന്റെയും സൃഷ്ടാവിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു. ദൈവത്തിന്റെ ഏകപുത്രനും സകല സൃഷ്ടികൾക്കുമുള്ള ആദ്യജാതനും യുഗങ്ങൾക്കെല്ലാം മുൻപ് പിതാവിൽ നിന്ന് ജനിച്ചവനും എന്നാൽ സൃഷ്ടിക്കപ്പെടാത്തവനും ഏകകർത്താവുമായ ഈശോ മിശിഹായിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു. അവിടുന്ന് സത്യതയിൽ നിന്നുള്ള സത്യദൈവവും പിതാവിനോടുകൂടെ ഏകസത്തയുമാകുന്നു. അവിടുന്ന് വഴി പ്രപഞ്ചം സംവിധാനം ചെയ്യപ്പെടുകയും എല്ലാം സൃഷ്ടിക്കപ്പെടുകയും ചെയ്തു. മനുഷ്യരായ നമുക്ക് വേണ്ടിയും നമ്മുടെ രക്ഷയ്ക്ക് വേണ്ടിയും അവിടുന്ന് സ്വർഗത്തിൽ നിന്നിറങ്ങി പരിശുദ്ധാത്മാവിനാൽ കന്യാമറിയത്തിൽ നിന്ന് ശരീരം സ്വീകരിച്ച് മനുഷ്യനായി പിറന്നു. പന്തിയോസ് പിലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിക്കുകയും സ്ലീവായി തറയ്ക്കപ്പെട്ട് മരിക്കുകയും സംസ്കരിക്കപ്പെടുകയും എഴുതപ്പെട്ടിരിക്കുന്നത് പോലെ മൂന്നാം ദിവസം ഉയർത്തെഴുന്നേൽക്കുകയും ചെയ്തു. അവിടുന്ന് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി പിതാവിന്റെ വലതുഭാഗത്തിരിക്കുന്നു. മരിച്ചവരെയും ജീവിക്കുന്നവരെയും വിധിക്കുവാൻ അവിടുന്ന് വീണ്ടും വരുവാനിരിക്കുന്നു. പിതാവിൽ നിന്നും പുത്രനിൽ നിന്നും പുറപ്പെടുന്ന സത്യാത്മാവും ജീവിതാതാവുമായ ഏകപരിശുദ്ധാത്മാവിലും ഞങ്ങൾ വിശ്വസിക്കുന്നു. ഏകവും പരിശുദ്ധവും ശ്ലൈകവും സാർവത്രികവുമായ സഭയിലും ഞങ്ങൾ വിശ്വസിക്കുന്നു. പാപമോചനത്തിനുള്ള മാമോദീസായും ശരീരത്തിന്റെ ഉയർപ്പും നിത്യായുസ്സും ഞങ്ങൾ ഏറ്റുപറയുകയും ചെയ്യുന്നു. ആമേൻ. സകലത്തിന്റെയും നാഥനായ ദൈവം തന്റെ സ്തുതികൾ ആലപിക്കുവാൻ സഹോദരിയെ ശക്തിയാകട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോട് കൂടെ. പാത്യാക്കീസ്മാരും മെത്രാന്മാരുമായ നമ്മുടെ പിതാക്കന്മാർ, പുരോഹിതന്മാർ, ശുശ്രൂഷികൾ എന്നിവരുടെയും ബ്രഹ്മചാരികളുടെയും കന്യകകളുടെയും നമ്മുടെ മാതാപിതാക്കന്മാർ, പുത്രീ പുത്രന്മാർ, സഹോദരി സഹോദരന്മാർ എന്നിവരുടെയും ഓർമ്മയെ ആചരിച്ചുകൊണ്ട് നിങ്ങൾ പ്രാർത്ഥിക്കുവിൻ. മിശിഹായുടെ സ്നേഹിതരും വിശ്വാസികളുമായ എല്ലാ ഭരണകർത്താക്കളെയും സത്യവിശ്വാസത്തോടെ മരിച്ച് ഈ ലോകത്തിൽ നിന്ന് വേർപെട്ടു പോയ എല്ലാവരെയും അനുസ്മരിക്കുവിൻ. മിശിഹായുടെ കൃപയാൽ
ഈ ബലി നമുക്ക് സഹായത്തിനും രക്ഷയ്ക്കും സ്വർഗരാജ്യത്തിൽ നിത്യജീവനും കാരണമാകട്ടെ. കർത്താവേ ആശീർവദിക്കണമേ. എൻ്റെ സഹോദരരെ, ഈ കുർബാന എൻ്റെ കരങ്ങൾ വഴി പൂർത്തിയാകുവാൻ നിങ്ങൾ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുവിൻ. സകലത്തിന്റെയും നാഥനായ ദൈവം തന്റെ അഭീഷ്ട നിറവേറ്റുവാൻ നമ്മെ ശക്തരാക്കട്ടെ. ഈ കുർബാന അവിടുന്ന് സ്വീകരിക്കട്ടെ. അങ്ങേക്കും ഞങ്ങൾക്കും ലോകം മുഴുവനു വേണ്ടി അങ്ങ് സമർപ്പിക്കുന്ന ഈ ബലിയിൽ അവിടുന്ന് സംപ്രീതനാവുകയും ചെയ്യട്ടെ. ആമേൻ. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, അങ്ങ് ഞങ്ങളുടെ മേൽ വർഷസമൃദ്ധമായ അനുഗ്രഹങ്ങളെ പ്രതി ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു. അങ്ങയുടെ അഭിഷിക്തന്റെ ശരീര രക്തങ്ങളാകുന്ന ദിവ്യ രഹസ്യങ്ങളുടെ ശുശ്രൂഷകരാകുവാൻ എളിയവരും പാപികളുമായിരുന്നിട്ടും ഞങ്ങളെ അങ്ങ് കാരുണ്യാതിരേകത്താൽ യോഗ്യരാക്കി. അങ്ങ് നൽകിയ ദാനം തികഞ്ഞ സ്നേഹത്തോടും ഉറച്ച വിശ്വാസത്തോടും കൂടെ പരികർമ്മം ചെയ്യുവാൻ ഞങ്ങളെ ശക്തരാക്കണമെന്ന് അങ്ങയോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. ഞങ്ങൾ അങ്ങേക്ക് സ്തുതിയും ബഹുമാനവും കൃതജ്ഞതയും ആരാധനയും സമർപ്പിക്കുന്നു, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. സമാധാനം നിങ്ങളോട് കൂടെ. അങ്ങയോടും അങ്ങയുടെ ആത്മാവോടും കൂടെ. നമുക്കെല്ലാവർക്കും അനുതാപത്തോടും വിശുദ്ധിയോടും കൂടെ കർത്താവിന് നന്ദി പറയുകയും അവിടുത്തെ വിളിച്ചപേക്ഷിക്കുകയും ചെയ്യാം. നിങ്ങൾ ആദരപൂർവ്വം നിന്ന് ഇവിടെ അനുഷ്ഠിക്കപ്പെടുന്നവയെ സൂക്ഷിച്ച് വീക്ഷിക്കുവിൻ. ഭയഭക്തിജനകമായ രഹസ്യങ്ങൾ കൂദാശ ചെയ്യപ്പെടുന്നു. പുരോഹിതൻ തന്റെ മാധ്യസ്ഥം വഴി സമാധാനം സമൃദ്ധമാകുന്നതിന് വേണ്ടി പ്രാർത്ഥിക്കുവാൻ തുടങ്ങുന്നു. കണ്ണുകൾ താഴ്ത്തി വിചാരങ്ങൾ സ്വർഗത്തിലേക്ക് ഉയർത്തി നിശബ്ദരായി ഏകാഗ്രതയോടും ഭക്തിയോടും കൂടെ നിങ്ങൾ ഹൃദയത്തിൽ പ്രാർത്ഥിക്കുവിൻ. സമാധാനം നമ്മോട് കൂടെ. നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും നാം എല്ലാവരോടും കൂടി ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. നിങ്ങളുടെ വിചാരങ്ങൾ ഉന്നതത്തിലേക്ക് ഉയരട്ടെ. അബ്രാഹത്തിന്റെയും സഹാക്കിന്റെയും യാക്കോബിന്റെയും ദൈവമേ, ആരാധ്യനായ രാജാവേ, അങ്ങയുടെ സന്നിധിയിലേക്ക് സകലത്തിന്റെയും നാഥനായ ദൈവത്തിന് കുർബാന അർപ്പിക്കപ്പെടുന്നു. സമാധാനം നമ്മോട് കൂടെ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരാംഗയുടെ മഹത്വമേറിയ തൃത്വത്തിന്റെ ആരാധ്യമായ നാമം എല്ലാ അധരങ്ങളിൽ നിന്നും സ്തുതിയും എല്ലാ നാവുകളിൽ നിന്നും കൃതജ്ഞതയും എല്ലാ സൃഷ്ടികളിൽ നിന്നും പുകഴ്ചയും അർഹിക്കുന്നു. എന്തുകൊണ്ടെന്നാൽ അങ്ങ് ലോകത്തെയും അതിലുള്ള സകലത്തെയും കനിവോടെ സൃഷ്ടിക്കുകയും മനുഷ്യവംശത്തോട് അളവറ്റ കൃപ കാണിക്കുകയും ചെയ്തു. സ്വർഗവാസികളുടെ ആയിരങ്ങളും മാലാഹമാരുടെ 10,000-ങ്ങളും മഹോന്നതനായ അങ്ങേ കുമ്പിട്ട് ആരാധിക്കുന്നു. അഗ്നിമയന്മാരും അരൂപികളുമായ സ്വർഗീയ സൈന്യങ്ങൾ അങ്ങയുടെ നാമം പ്രകീർത്തിക്കുന്നു. പരിശുദ്ധരും അരൂപികളുമായ ക്രോവന്മാരോടും ശ്രാപ്പന്മാരോടും ചേർന്ന് നാഥനായ അങ്ങേക്ക് അവർ ആരാധന സമർപ്പിക്കുന്നു. ഉച്ചസ്വരത്തിലവർ തിരുസന്നിധിയിൽ അനവരതം സ്തുതിഗീതങ്ങൾ പാടുന്നു. സ്തുതിഗീതങ്ങൾ പാടുന്നു. ദൈവം നിത്യമഹത്വത്തിൻ കർത്താവെന്നും പരിശുദ്ധൻ, ബലവാനീശൻ പരിശുദ്ധൻ, മണ്ണും വിണ്ണും നിറയുന്നു. മന്നവനവനുടെ മഹിമകളാൽ ഉന്നത വീഥിയിലോശാന, ദാവീദിൻ സുതനോശാന. കർത്താവിൻ തിരുനാമത്തിൽ വന്നവനും യുഗരാജാവായി വീണ്ടും
വരുവോനും ധന്യൻ. ഉന്നത വീതിയിലോശാന ഓശാന. കർത്താവായ ദൈവമേ, സ്വർഗീയ ഗണങ്ങളോടുകൂടി അങ്ങേക്ക് ഞങ്ങൾ കൃതജ്ഞത സമർപ്പിക്കുന്നു. അങ്ങയിൽ മറഞ്ഞിരിക്കുന്ന ആത്മജാതനും അങ്ങയുടെ സദൃശനും അങ്ങയിൽ നിന്നുള്ള പ്രകാശവും അങ്ങയുടെ സത്തയുടെ പ്രതിച്ഛായയുമായ വചനമാകുന്ന ദൈവത്തെ ഞങ്ങൾ വാഴ്ത്തുന്നു. അങ്ങയോടുള്ള സമാനത നിലനിർത്തേണ്ട കാര്യമായി പരിഗണിക്കാതെ അവിടുന്ന് തന്നെ ശൂന്യനാക്കി ദാസന്റെ രൂപം സ്വീകരിച്ച് വിവേകവും ബുദ്ധിയുമുള്ള മർത്യമായ ആത്മാവോടും മർത്യമായ ശരീരത്തോടും കൂടെ പരിപൂർണ മനുഷ്യനായി സ്ത്രീയിൽ നിന്നും ജാതനായി നിയമത്തിന് അധീനരായവരെ ഉദ്ധരിക്കുവാൻ നിയമത്തിന് വിധേയനാവുകയും ഞങ്ങളുടെ രക്ഷയുടെ സ്മാരകം ഏർപ്പെടുത്തുകയും ചെയ്തു. രക്ഷാകരമായ രഹസ്യം തിരുസന്നിധിയിൽ ഞങ്ങൾ അർപ്പിക്കുന്നു. കർത്താവായ ദൈവമേ, അങ്ങയുടെ പ്രിയപുത്രൻ ഞങ്ങളെ പഠിപ്പിച്ചതുപോലെ അവിടുത്തെ പീഡാനുഭവത്തിൻ്റെ സ്മരണ ഞങ്ങൾ ആചരിക്കുന്നു. താൻ ഏൽപ്പിച്ചു കൊടുക്കപ്പെട്ട രാത്രിയിൽ ഈശോ നിർമ്മലമായ തൃക്കരങ്ങളിൽ അപ്പമെടുത്ത് സ്വർഗത്തിലേക്ക് ആരാധ്യനായ പിതാവേ അങ്ങയുടെ പക്കലേക്ക് കണ്ണുകൾ ഉയർത്തി വാഴ്ത്തി വിഭജിച്ച് ശിഷ്യന്മാർക്ക് നൽകിക്കൊണ്ട് അരുൾ ചെയ്തു, ഇത് പാപമോചനത്തിനായി നിങ്ങൾക്ക് വേണ്ടി വിഭജിക്കപ്പെടുന്ന എൻ്റെ ശരീരമാകുന്നു. നിങ്ങളെല്ലാവരും ഇതിൽ നിന്ന് വാങ്ങി ഭക്ഷിക്കുവിൻ. അപ്രകാരം തന്നെ കാസയുമെടുത്ത് കൃതജ്ഞതാ സ്തോത്രം ചെയ്ത് വാഴ്ത്തി അവർക്ക് നൽകിക്കൊണ്ട് അരുൾ ചെയ്തു, ഇത് പാപമോചനത്തിനായി അനേകർക്ക് വേണ്ടി ചിന്തപ്പെടുന്ന പുതിയ ഉടമ്പടിയിലെ എൻ്റെ രക്തമാകുന്നു. നിങ്ങളെല്ലാവരും ഇതിൽ നിന്ന് വാങ്ങി പാനം ചെയ്യുവിൻ. ഞാൻ ഈ ചെയ്തത് നിങ്ങൾ എൻ്റെ നാമത്തിൽ ഒന്നിച്ചു കൂടുമ്പോൾ എൻ്റെ ഓർമ്മയ്ക്കായി ചെയ്യുവിൻ. കർത്താവേ, നീ ഞങ്ങളോട് കൽപ്പിച്ചതുപോലെ എളിയവരും ബലഹീനരും ആകുലരുമായി ദാസർ നിന്റെ തിരുസന്നിധിയിൽ ഒരുമിച്ച് കൂടിയിരിക്കുന്നു. നന്ദി പ്രകാശിപ്പിക്കുവാൻ കഴിയാത്ത വിധം അത്ര വലിയ അനുഗ്രഹമാണ് നീ ഞങ്ങൾക്ക് നൽകിയിരിക്കുന്നത്. നിന്റെ ദൈവിക ജീവനിൽ ഞങ്ങളെ പങ്കുകാരാക്കുവാൻ നീ ഞങ്ങളുടെ മനുഷ്യ സ്വഭാവം സ്വീകരിക്കുകയും അധപതിച്ചു പോയി ഞങ്ങളെ സമുദ്രിക്കുകയും മൃതരായി ഞങ്ങളെ ജീവിപ്പിക്കുകയും ചെയ്തു. പാപികളായി ഞങ്ങളെ കടങ്ങൾ ക്ഷമിച്ച് വിശുദ്ധീകരിച്ചു. ഞങ്ങളുടെ ബുദ്ധിക്ക് പ്രകാശം നൽകി ഞങ്ങളുടെ ശത്രുക്കളെ പരാജിതരാക്കി ഞങ്ങളുടെ ബലഹീനമായ പ്രകൃതിയെ നിന്റെ സമൃദ്ധമായ അനുഗ്രഹത്താൽ മഹത്വമണിയിക്കുകയും ചെയ്തു. നീ ഞങ്ങൾക്ക് നൽകിയ എല്ലാ സഹായങ്ങൾക്കും അനുഗ്രഹങ്ങൾക്കുമായി ഞങ്ങൾ നിനക്ക് സ്തുതിയും ബഹുമാനവും കൃതജ്ഞതയും ആരാധനയും സമർപ്പിക്കുന്നു, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ഹൃദയം കൊണ്ട് നിങ്ങൾ പ്രാർത്ഥിക്കുവിൻ. സമാധാനം നമ്മോട് കൂടെ. കർത്താവേ, ശക്തനായ ദൈവമേ, പ്രധാനാചാര്യനും സാർവത്രിക സഭയുടെ തലവരും ഭരണാധികാരിയുമായ റോമായിലെ മാർ ഫ്രാൻസിസ് പാപ്പായ്ക്ക് വേണ്ടിയും ഞങ്ങളുടെ സഭയുടെ പിതാവും തലവനുമായ മേജർ ആർച്ച് ബിഷപ്പ് കർദിനാൾമാർ ജോർജ് മെത്രാപ്പൊലീത്തായ്ക്ക് വേണ്ടിയും ഞങ്ങളുടെ മേലധ്യക്ഷൻ പിതാവുമായ മാർ ജോസഫ് മെത്രാന് വേണ്ടിയും മാർ പാട്രിക് മെത്രാന് വേണ്ടിയും വിശുദ്ധ കത്തോലിക്ക സഭ മുഴുവനു വേണ്ടിയും പുരോഹിതന്മാർ, സമർപ്പിതർ, അൽമായ പ്രേക്ഷിതർ, ഭരണകർത്താക്കൾ, മേലധികാരികൾ എന്നിവർക്ക് വേണ്ടിയും ഈ കുർബാന സ്വീകരിക്കണമേ. കർത്താവേ, കുർബാന സ്വീകരിക്കണമേ. എല്ലാ പ്രവാചകന്മാരുടെയും സ്ലീഹന്മാരുടെയും രക്തസാക്ഷികളുടെയും വന്ദകരുടെയും ബഹുമാനത്തിനു വേണ്ടിയും അങ്ങയുടെ സന്നിധിയിൽ പ്രീതിജനകമായ വിധം വർത്തിച്ച നീതിമാന്മാരും വിശുദ്ധരുമായ എല്ലാ പിതാക്കന്മാർക്ക് വേണ്ടിയും ഈ കുർബാന സ്വീകരിക്കണമേ. കർത്താവേ, കുർബാന സ്വീകരിക്കണമേ. ക്ലേശിതരും ദുഃഖിതരും ദരിദ്രരും പീഡിതരും രോഗികളും ആകുലരുമായ എല്ലാവർക്കും വേണ്ടിയും കൊറോണ വൈറസ് ബാധയാൽ ദുരിതം അനുഭവിക്കുന്ന ലോക ജനത മുഴുവനു വേണ്ടിയും ഞങ്ങളുടെ ഇടയിൽ നിന്ന് അങ്ങയുടെ നാമത്തിൽ വേർപിരിഞ്ഞു പോയ എല്ലാ മരിച്ചവർക്ക് വേണ്ടിയും അങ്ങയുടെ കാരുണ്യത്തെ പ്രത്യാശാപൂർവ്വം കാത്തിരിക്കുന്ന ഈ ജനത്തിനു വേണ്ടിയും പ്രത്യേകിച്ചും നിന്റെ ഹൃദയത്തിലേക്ക് സ്വീകരിക്കാൻ വേണ്ടി തയ്യാറായി വന്നിരിക്കുന്ന ഈ വിശുദ്ധ കൂദാശയ്ക്കായി തയ്യാറായിരിക്കുന്ന മക്കൾക്ക് ഓരോരുത്തർക്കും വേണ്ടിയും അയോഗ്യനായ എനിക്ക് വേണ്ടിയും ഈ കുർബാന അങ്ങ് സ്വീകരിക്കണമേ. കർത്താവേ, കുർബാന സ്വീകരിക്കണമേ. കർത്താവായ ദൈവമേ, അങ്ങ് ഞങ്ങളെ പഠിപ്പിച്ചതുപോലെ നിർമ്മലവും വിശുദ്ധവുമായ ബലിപീഠത്തിന്മേൽ അങ്ങയുടെ അഭിഷിക്തന്റെ ശരീര രക്തങ്ങൾ ഞങ്ങൾ അർപ്പിക്കുന്നു. ഈ ഓർമ്മയാചനത്തിൽ ദൈവം മാതാവായ കന്യകാമറിയത്തിന്റെയും അങ്ങയുടെ തിരുസന്നിധിയിൽ സംപ്രീതി കണ്ടെത്തിയ നീതിമാന്മാരും
വിശുദ്ധരുമായ പിതാക്കന്മാരുടെയും പാവന സ്മരണ അങ്ങയുടെ അവർണ്ണനയും സമൃദ്ധവുമായ കൃപയാൽ സംജാതമാക്കണമേ. ജീവിതകാലം മുഴുവൻ അങ്ങയുടെ ശാന്തിയും സമാധാനവും ഞങ്ങൾക്ക് നൽകണമേ. അങ്ങ് മാത്രമാണ് യഥാർത്ഥ പിതാവായ ദൈവമെന്നും അങ്ങയുടെ പ്രിയപുത്രനായ ഈശോ മിശിഹായെ അങ്ങ് അയച്ചുവെന്നും ഭൂവാസികൾ എല്ലാവരും അറിയട്ടെ. ഞങ്ങളുടെ കർത്താവും ദൈവവുമായ മിശിഹാവെന്ന് ജീവദായകമായ സുവിശേഷം വഴി പ്രവാചകന്മാർ, സ്ലീഹന്മാർ, രക്തസാക്ഷികൾ, വന്ദകന്മാർ, വേദപാരംഗതന്മാർ, മെത്രാന്മാർ, പുരോഹിതന്മാർ, ശുശ്രൂഷികൾ എന്നിവർക്കും വിശുദ്ധ മാമോദീസായുടെ സജീവവും ജീവദായകവുമായ അടയാളത്താൽ മുദ്രിതരും പരിശുദ്ധ കത്തോലിക്കാ സഭയുടെ സന്താനങ്ങളുമായ എല്ലാവർക്കും ആവശ്യമായ നൈർമല്യത്തിൻ്റെയും വിശുദ്ധിയുടെയും മാർഗം പഠിപ്പിച്ചുവെന്നും എല്ലാ മനുഷ്യരും അറിയട്ടെ. കർത്താവേ, എളിയവരും ബലഹീനരും ക്ലേശരുമായ ദാസരും അങ്ങ് നൽകിയ മാതൃക പരമ്പരാഗതമായി സ്വീകരിച്ച അങ്ങയുടെ നാമത്തിൽ ഒരുമിച്ച് കൂടി ഇപ്പോൾ തിരുസന്നിധിയിൽ നിൽക്കുന്നു. ഞങ്ങളുടെ നാഥനും രക്ഷകനുമായ ഈശോ മിശിഹായുടെ പീഡാനുഭവത്തിൻ്റെയും മരണത്തിൻ്റെയും സംസ്കാരത്തിൻ്റെയും ഉത്ഥാനത്തിൻ്റെയും മഹനീയവും ഭയഭക്തിജനകവും പരിശുദ്ധവും ജീവദായകവും ദൈവികമായ രഹസ്യത്തെ സന്തോഷത്തോടെ ഞങ്ങൾ സ്മരിക്കുകയും സ്തുതിക്കുകയും അനുഷ്ഠിക്കുകയും ചെയ്യുന്നു. കർത്താവേ, നിന്റെ പരിശുദ്ധാത്മാവ് എഴുന്നള്ളി വരട്ടെ. നിങ്ങൾ നിശബ്ദരായി ആദരപൂർവ്വം പ്രാർത്ഥിക്കുവിൻ. സമാധാനം നമ്മോട് കൂടെ. നിന്റെ ദാസരുടെ കുർബാനയിൽ അവിടെ ആവസിജനെ ആശീർവദിക്കുകയും പൗത്രീകരിക്കുകയും ചെയ്യട്ടെ. ഇത് ഞങ്ങൾ കടങ്ങളുടെ പ്രതിക്കും പാപങ്ങളുടെ മോചനത്തിനും മരിച്ചവരുടെ ഉയർപ്പുള്ള വലിയ പ്രത്യാശിക്കും നിന്നെ പ്രീതിപ്പെടുത്തി എല്ലാവരോടും ഒന്നിച്ച് സ്വർഗരാജ്യത്തിൽ നവമായ ജീവിതത്തിനും കാരണമാകട്ടെ. കർത്താവായ ദൈവമേ, ഞങ്ങൾക്ക് വേണ്ടിയുള്ള അങ്ങയുടെ മഹനീയവും വിസ്മയാവഹവുമായ രക്ഷാപദ്ധതിയെക്കുറിച്ച് അങ്ങയെ ഞങ്ങൾ നിരന്തരം പ്രകീർത്തിക്കുന്നു. അങ്ങയുടെ അഭിഷിക്തന്റെ അമൂല്യ രക്തത്താൽ രക്ഷിക്കപ്പെട്ട സഭയിൽ സന്തോഷത്തോടും പ്രത്യാശയോടും ഞങ്ങൾ അങ്ങേക്ക് കൃതജ്ഞത അർപ്പിക്കുകയും ചെയ്യുന്നു. സജീവവും പരിശുദ്ധവും ജീവദായകവുമായ ഞങ്ങളുടെ നാമത്തിന് സ്തുതിയും ബഹുമാനവും കൃതജ്ഞതയും ആരാധനയും ഞങ്ങൾ സമർപ്പിക്കുന്നു, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ദൈവമേ, അങ്ങയുടെ കാരുണ്യത്തിനൊത്ത വിധം എന്നോട് ദയ തോന്നണമേ. അങ്ങയുടെ കാരുണ്യാതിരസമായി എന്റെ പാപങ്ങൾ മായ്ച്ചു കളയണമേ. കർത്താവേ, അനുഗ്രഹിക്കണമേ. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, ഞങ്ങളെ യോഗ്യരാകുന്നു, ഞങ്ങൾ തീർത്തും അയോഗ്യരാകുന്നു. എങ്കിലും സ്തുത്യർഹവും പരിശുദ്ധവും ജീവദായകവും ദൈവികമായ രഹസ്യങ്ങളിലേക്ക് അങ്ങയുടെ കാരുണ്യം ഞങ്ങളെ അടുപ്പിക്കുന്നു. ഞങ്ങളുടെ കർത്താവ് ഈശോ മിശിഹായേ, നിന്റെ തിരുനാമത്തിന് സ്തുതിയും നാഥനായ നിനക്ക് ആരാധനയും എപ്പോഴും ഉണ്ടായിരിക്കട്ടെ. സജീവവും ജീവദായകവുമായ അപ്പം സ്വർഗത്തിൽ നിറങ്ങിയതും ലോകത്തിന് മുഴുവനും ജീവൻ നൽകുന്നതുമാകുന്നു. ഇത് ഭക്ഷിക്കുന്നവർ മരിക്കുകയില്ല, പ്രത്യുത പാപമോചനവും രക്ഷയും പ്രാപിക്കുകയും നിത്യം ജീവിക്കുകയും ചെയ്യും. ഞാൻ സ്വർഗത്തിൽ നിന്നിറങ്ങിയ ജീവനുള്ള അപ്പമാകുന്നു. രക്ഷകനീശോതൻ ശിഷ്യരെ അറിയിച്ച ദിവ്യരഹസ്യമിതാ, സ്വർഗത്തിൽ നിന്നാഗതമാ ജീവൻ നൽകിടുമപ്പം ഞാൻ, സ്നേഹമോടെന്നെ കൈക്കൊള്ളുവോൻ എന്നിൽ നിത്യം ജീവിക്കും, നേടുമവൻ സ്വർഗം നിശ്ചയമായി. നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും നാം എല്ലാവരോടും കൂടി ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. നമ്മുടെ രക്ഷകന്റെ അമൂല്യമായ ശരീരരക്തങ്ങളുടെ രഹസ്യങ്ങളെ നമുക്കെല്ലാവർക്കും ഭക്തിയാദരങ്ങളോടെ സമീപിക്കാം. അനുതാപത്തിൽ നിന്നുളവാകുന്ന ശരണത്തോടെ അപരാധങ്ങളിൽ നിന്ന് പിന്തിരിഞ്ഞുകൊണ്ടും
പാപങ്ങളെക്കുറിച്ച് പശ്ചാത്തപിച്ചുകൊണ്ടും സഹോദരരുടെ തെറ്റുകൾ ക്ഷമിച്ചുകൊണ്ടും നമുക്ക് സകലത്തിൻ്റെയും നാഥനായ ദൈവത്തോട് കൃപയും പാപമോചനവും യാചിക്കുകയും ചെയ്യാം. കർത്താവേ, അങ്ങയുടെ ദാസരുടെ പാപങ്ങളും അപരാധങ്ങളും ക്ഷമിക്കണമേ. ഭിന്നതകളും കലഹങ്ങളും വെടിഞ്ഞ് നമ്മുടെ മനസ്സാക്ഷിയെ ശുദ്ധീകരിക്കാം. കർത്താവേ, അങ്ങയുടെ ദാസരുടെ പാപങ്ങളും അപരാധങ്ങളും ക്ഷമിക്കണമേ. ശത്രുതയിലും വിദ്വേഷത്തിലും നിന്ന് നമ്മുടെ ആത്മാക്കളെ വിമുക്തമാക്കാം. കർത്താവേ, അങ്ങയുടെ ദാസരുടെ പാപങ്ങളും അപരാധങ്ങളും ക്ഷമിക്കണമേ. വിശുദ്ധ കുർബാന സ്വീകരിക്കുകയും പരിശുദ്ധാത്മാവിനാൽ പൗത്രീകരിക്കപ്പെടുകയും ചെയ്യാം. കർത്താവേ, അങ്ങയുടെ ദാസരുടെ പാപങ്ങളും അപരാധങ്ങളും ക്ഷമിക്കണമേ. യോജിപ്പോടും ഐക്യത്തോടും കൂടെ ദിവ്യരഹസ്യങ്ങളിൽ പങ്കുകൊള്ളാം. കർത്താവേ, അങ്ങയുടെ ദാസരുടെ പാപങ്ങളും അപരാധങ്ങളും ക്ഷമിക്കണമേ. കർത്താവേ, ഇവ ഞങ്ങളുടെ ശരീരങ്ങളുടെ ഉയർപ്പിനും ആത്മാക്കളുടെ രക്ഷയ്ക്കും കാരണമാകട്ടെ. നിത്യജീവനും കാരണമാകട്ടെ. എന്നേക്കും ആമേൻ. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോട് കൂടെ. കർത്താവായ ദൈവമേ, അങ്ങയുടെ ദാസരുടെ പാപങ്ങളും അപരാധങ്ങളും കാരുണ്യപൂർവ്വം ക്ഷമിക്കണമേ. മഹോന്നത ദൈവമായ അങ്ങയെ സ്വർഗരാജ്യത്തിൽ സകല വിശുദ്ധരോടൊന്നിച്ച് സ്തുതിക്കുവാൻ ഞങ്ങളുടെ അധരങ്ങളെ പൗത്രീകരിക്കുകയും ചെയ്യണമേ. കർത്താവേ, ഞങ്ങളുടെ ഇടയിൽ നിന്റെ സമാധാനവും ഹൃദയങ്ങളിൽ ശാന്തിയും പുലർത്തണമേ. ഞങ്ങളുടെ നാവുകൾ നിന്റെ സത്യം പ്രഘോഷിക്കട്ടെ. ഞങ്ങളുടെ വചനങ്ങളെ ഞങ്ങൾ പുതിയ വീണകളാക്കുകയും ജ്വലിക്കുന്ന അധരങ്ങൾ കൊണ്ട് ഞങ്ങൾ സ്തോത്രം ആലപിക്കുകയും ചെയ്യുമ്പോൾ നിന്റെ കുരിശ് ഞങ്ങൾക്ക് സംരക്ഷണമായി ഭവിക്കട്ടെ. നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ ഇപ്രകാരം പ്രാർത്ഥിക്കുമെന്ന് ഉപദേശിച്ചുകൊണ്ട് നീ ശിഷ്യന്മാരെ പഠിപ്പിച്ച വിശിഷ്ടമായ പ്രാർത്ഥന നിന്നിൽ നിന്ന് ലഭിച്ച മനോവിശ്വാസത്തോടെ ആവർത്തിക്കുവാൻ ഞങ്ങളെ യോഗ്യരാക്കണമേ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ്സ് സ്വർഗ്ഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. ഞങ്ങൾക്ക് ആവശ്യമായ ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ. ദുഷ്ടാരൂപിയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാകുന്നു. ആമേൻ. കർത്താവേ, ശക്തനായ സർവീശ്വര നല്ലവനായ ദൈവമേ, കൃപാപൂർണനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ കാരുണ്യം ഞങ്ങൾ കേണപേക്ഷിക്കുന്നു. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ. ദുഷ്ടാരൂപിയിൽ നിന്നും അവന്റെ സൈന്യങ്ങളിൽ നിന്നും ഞങ്ങളെ രക്ഷിക്കണമേ. എന്തുകൊണ്ടെന്നാൽ സ്വർഗത്തിലും ഭൂമിയിലും രാജ്യവും ശക്തിയും പ്രാബല്യവും അധികാരവും അങ്ങയുടേതാകുന്നു, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. സമാധാനം നിങ്ങളോട് കൂടെ. അങ്ങയോടും അങ്ങയുടെ ആത്മാവോടും കൂടെ. വിശുദ്ധ കുർബാന വിശുദ്ധ ജനത്തിനുള്ളതാകുന്നു. ഏകപിതാവ് പരിശുദ്ധനാകുന്നു. ഏകപുത്രൻ പരിശുദ്ധനാകുന്നു. ഏകരൂഹ പരിശുദ്ധനാകുന്നു. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും എന്നേക്കും സ്തുതി. ആമേൻ. ജീവിക്കുന്ന ദൈവത്തെ നിങ്ങൾ പ്രകീർത്തിക്കുവിൻ. സഭയിൽ അവിടുത്തേക്ക് സ്തുതി ഉണ്ടായിരിക്കട്ടെ. എല്ലാ നിമിഷവും എല്ലാ സമയവും അവിടുത്തെ കൃപയും കാരുണ്യവും നമ്മുടെ മേലുണ്ടായിരിക്കട്ടെ. നമ്മെ ജീവിപ്പിക്കുന്ന നമ്മുടെ കർത്താവ് ശംസിഹായുടെ കൃപാവരം അവിടുത്തെ കാരുണ്യത്താൽ നാം എല്ലാവരിലും സമ്പൂർണമാകട്ടെ. എപ്പോഴും എന്നേക്കും ആമേൻ. സഹോദരരെ, സ്വർഗരാജ്യത്തിലുള്ള വിശ്വാസത്തോടെ ദൈവപുത്രന്റെ ശരീരം സ്വീകരിക്കുവാനും അവിടുത്തെ രക്തം പാനം ചെയ്യുവാനും തിരുസഭ നിങ്ങളെ ക്ഷണിക്കുന്നു.
മിശിഹായെ, ഞങ്ങൾ പക്ഷത്തിരി ശരീരവും പാനത്തിരി രക്തവും ഞങ്ങൾ ശിക്ഷാവധിക്ക് കാരണമാകാതെ കടങ്ങളുടെ പ്രതിക്കും പാപങ്ങളുടെ മോചനത്തിനും നിന്റെ സന്നിധി സന്തോഷിക്കുന്ന നിദാനമാകട്ടെ. സകലത്തിന്റെയും നാഥ എന്നേക്കും ആമേൻ. ഞങ്ങളുടെ കർത്താവേ, വിശ്വാസപൂർവ്വം ഞങ്ങൾ സ്വീകരിച്ച ദിവ്യരഹസ്യങ്ങൾ ഞങ്ങളുടെ കടങ്ങളുടെ പ്രതിക്ക് കാരണമാകട്ടെ. യുഗങ്ങളുടെ രാജാവായ മിശിഹായെ, നീ ദാസന്റെയും സൃഷ്ടാവിന്റെയും സദൃശ്യമാകുന്നു. നിന്നിൽ വിശ്വസിച്ച സകലരുടെയും കറകളും കടങ്ങളും നിന്റെ ശരീരരക്തങ്ങളാൽ നിർമ്മാർജ്ജനം ചെയ്യുകയും ക്ഷമിക്കുകയും ചെയ്തു. നീ മഹത്വപൂർണനായി പ്രത്യക്ഷപ്പെടുമ്പോൾ മനോവിശ്വാസത്തോടെ നിന്നെ എതിരേൽക്കുവാനും സ്വർഗീയ ഗണങ്ങളോടുകൂടി നിന്നെ സ്തുതിക്കുവാനും ഞങ്ങളെ യോഗ്യരാക്കണമേ. ആമേൻ. പരിശുദ്ധാത്മാവിന്റെ കൃപാവരത്താൽ സുത്യർഹവും പരിശുദ്ധവും ജീവദായകവും ദൈവികവുമായ രഹസ്യങ്ങളെ സമീപിച്ച് ഇവയിൽ പങ്കുകൊള്ളുവാൻ യോഗ്യരാക്കപ്പെട്ട നമുക്കെല്ലാവർക്കും ഇവയുടെ ദാതാവായ ദൈവത്തിന് സ്തുതിയും കൃതജ്ഞതയും സമർപ്പിക്കാം. അവർണ്ണനീയമായ ദാനത്തെക്കുറിച്ച് കർത്താവേ, അങ്ങേക്ക് സ്തുതി. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോട് കൂടെ. കർത്താവായ ദൈവമേ, സ്തുത്യർഹവും പരിശുദ്ധവും ജീവദായകവും ദൈവികവുമായ രഹസ്യങ്ങൾ കടങ്ങളുടെ മോചനത്തിനായി അങ്ങ് കാരുണ്യപൂർവ്വം ഞങ്ങൾക്ക് നൽകി. ഈ ദാനത്തെക്കുറിച്ച് അങ്ങയുടെ മഹനീയ തൃത്വത്തിന് സ്തുതിയും ബഹുമാനവും കൃതജ്ഞതയും ആരാധനയും നിരന്തരം സമർപ്പിക്കുവാൻ ഞങ്ങൾ കടപ്പെട്ടവരാകുന്നു. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും. ആമേൻ. കർത്താവേ, ആശീർവദിക്കണമേ. മനുഷ്യവർഗത്തിന്റെ പ്രതീക്ഷയായ മിശിഹായെ, സ്തുത്യർഹവും പരിശുദ്ധവും ജീവദായകവും ദൈവികവുമായി കുർബാന വഴി നീ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും പൊറുക്കുകയും അപരാധങ്ങൾ ക്ഷമിക്കുകയും ചെയ്തു. ഉന്നതങ്ങളിൽ നിന്നുള്ള ആരാധ്യമായ ദാനമെന്നും വാഴ്ത്തപ്പെട്ടതാകട്ടെ. സകലത്തിന്റെയും നാഥ എന്നേക്കും. ആമേൻ. പിതാവായ ദൈവം നമ്മുടെ കർത്താവ് ഈശോ മിശിഹാ വഴി എല്ലാ ആധ്യാത്മിക ദാനങ്ങളും നൽകി നമ്മെ അനുഗ്രഹിച്ചു. നമ്മുടെ കർത്താവ് തൻ്റെ രാജ്യത്തിലേക്ക് നമ്മെ ക്ഷണിക്കുകയും അക്ഷയവും അനശ്വരവുമായ സൗഭാഗ്യത്തിലേക്ക് നമ്മെ നയിക്കുകയും ചെയ്തു. അവിടുന്ന് തൻ്റെ ജീവദായകമായ സുവിശേഷം വഴി ശിഷ്യഗണത്തോട് പ്രകാരം അരുൾ ചെയ്തു: സത്യം സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു, എൻ്റെ ശരീരം ഭക്ഷിക്കുകയും എൻ്റെ രക്തം പാനം ചെയ്യുകയും ചെയ്യുന്നവൻ എന്നിലും ഞാൻ അവനിലും വസിക്കും. അവസാന ദിവസം ഞാൻ അവനെ ഉയർപ്പിക്കും. അവന് ശിക്ഷാവിധി ഉണ്ടാവുകയില്ല. പ്രത്യതാവൻ മരണത്തിൽ നിന്ന് നിത്യായുസ്സിലേക്ക് പ്രവേശിക്കും. ഈ കുർബാനയിൽ പങ്കുകൊണ്ട നമ്മുടെ സമൂഹത്തെ തൻ്റെ വാഗ്ദാനം അനുസരിച്ച് മിശിഹ അനുഗ്രഹിക്കുകയും സംരക്ഷിക്കുകയും ചെയ്യട്ടെ. സ്തുത്യർഹവും പരിശുദ്ധവും ജീവദായകവും ദൈവികമായ രഹസ്യങ്ങളിൽ പങ്കുകൊണ്ട് സന്തുഷ്ടരായ നമ്മെ അവിടുന്ന് മഹത്വമണിയിക്കട്ടെ. കർത്താവിൻ്റെ കുരിശിൻ്റെ സജീവമായ അടയാളത്താൽ നിങ്ങളെല്ലാവരും മുദ്രിതരാകട്ടെ. രഹസ്യവും പരസ്യവുമായ എല്ലാ വിപത്തുകളിൽ നിന്നും സംരക്ഷിതരുമാകട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. വിശുദ്ധീകരണത്തിന്റെ ബലിപീഠമേ സ്വസ്തിയും. ഞങ്ങളുടെ കർത്താവിന്റെ കബറിടമേ സ്വസ്തി. നിന്നെ ഞങ്ങൾ സ്വീകരിച്ച കുർബാന കടങ്ങളുടെ പ്രതിക്കും പാപങ്ങളുടെ മോചനത്തിനും കാരണമാവട്ടെ. ഇനി ബലിയർപ്പിക്കുവാൻ ഞങ്ങൾ വരുമല്ലോ എന്നറിഞ്ഞുകൂടാ. നിത്യപുരോഹിതനായ ഈശോ, അങ്ങേ ദാസന്മാരായ വൈദികർക്ക് യാതൊരാപത്തും വരാതെ അങ്ങേ തിരുഹൃദയത്തിൽ അഭയം നൽകണമേ. അങ്ങേ പരിശുദ്ധമായ ശരീരത്തെ ദിവസം തോറും എടുക്കുന്ന അവരുടെ പൂശപ്പെട്ട കരങ്ങളെ മലിനമാകാതെ കാക്കണമേ. അങ്ങേ വിലയേറിയ രക്തത്താൽ നനയുന്ന അവരുടെ നാവുകളെ നിർമ്മലമായി കാത്തുകൊള്ളണമേ. ശ്രേഷ്ഠമായ അങ്ങേ പൗരോഹിത്യത്തിന്റെ മഹനീയ മുദ്ര പതിച്ചിരിക്കുന്ന അവരുടെ ഹൃദയങ്ങളെ ലോകവസ്തുക്കളിൽ നിന്ന് അകറ്റുകയും വിശുദ്ധമായി കാത്തുകൊള്ളുകയും ചെയ്യണമേ. അങ്ങേ ദിവ്യ സ്നേഹം അവരെ ലോകതന്ത്രങ്ങളിൽ നിന്ന് സംരക്ഷിക്കട്ടെ. അവരുടെ പ്രയത്നങ്ങൾ ഫലസമൃദ്ധമായി ഭവിക്കട്ടെ. അവരുടെ ശുശ്രൂഷ ലഭിക്കുന്നവർ ഇഹത്തിൽ അവരുടെ ആനന്ദവും ആശ്വാസവും
ഫലത്തിൽ നിന്ന് സൗഭാഗ്യത്തിന്റെ മകുടവുമായി തീരട്ടെ. ആമേൻ. ലോകരക്ഷകനായ ഈശോ, അങ്ങേ പുരോഹിതരെയും വൈദിക ശുശ്രൂഷകരെയും ശുദ്ധീകരിക്കണമേ. വൈദികരുടെ രാജ്ഞിയായ മറിയമേ, വൈദികർക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ. വൈദികരുടെ മധ്യസ്ഥനായ വിശുദ്ധ ജോൺ മരിയ വിയാനി, വൈദികർക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ. ആദ്യ കുർബാന സ്വീകരിച്ച 4 മക്കളും വരിക. അവർ ഡിസ്റ്റൻസ് കീപ്പ് ചെയ്ത് നിൽക്കണം. മോൻ ആദ്യത്തെ ഒരാളെങ്കിൽ പോരെ, ഒരാളെങ്കിൽ വാ. അടുത്തയാൾ സെക്കൻഡ് ലൈനിൽ നിൽക്കുക. ബാക്കിയുള്ളവർ അവിടെ ഇരിക്കുക പ്ലീസ്. എല്ലാവരും ഇരിക്കുക. വളരെ അത്യാവശ്യമുള്ളവരുണ്ടെങ്കിൽ സ്റ്റുവേഴ്സ് പറയുന്ന പോലെ നിങ്ങൾ പോകാവുള്ളൂ. കാരണം ഒരുപക്ഷെ പുറത്ത് നമ്മളെ ഒബ്സർവ് ചെയ്യാനായിട്ട് കൗൺസിലിൽ നാളുണ്ടാവും. അതുകൊണ്ട് വളരെ ശ്രദ്ധിക്കണം. കൂട്ടം കൂടി നിന്ന് സംസാരിക്കരുത്. നിങ്ങൾ ഓരോരുത്തരും ചെല്ലുന്നൊരു വണ്ടി കയറി പോവുക. അങ്ങനെയുള്ള ചില പ്രശ്നങ്ങളുണ്ട് ഇപ്പോൾ. പിള്ളേരൊന്നല്ലോ നമ്മൾ കൊന്തയും എന്തെങ്കിലും ഇത് ചെയ്യുകയാണ്. അതുകൊണ്ടാണ് ഡിസ്റ്റൻസോടുകൂടി തന്നെയാണ് നമ്മൾ ചെയ്യുന്നത്. ഇത് കഴിഞ്ഞ ഉടനെ മാതാപിതാക്കൾ വരുന്നു. എല്ലാവരും താങ്ക്സ് ഗിവിങ് കഴിഞ്ഞാൽ മാർഗരറ്റും പിള്ളേരെ നിർത്തിയൊരു ഫോട്ടോ, പിന്നെ ഓരോരുത്തരുടെയും ഫോട്ടോ, നിങ്ങളുടെ കുടുംബം നിങ്ങൾ നിർത്തിയിട്ടൊരു ഫോട്ടോ. അതോടുകൂടി ചടങ്ങുകൾ അവസാനിക്കാൻ ആളുകൾ പോകുമ്പോൾ ഓരോ ലൈനായിട്ട് അവരെ വിടുള്ളൂ. അതുവരെ അതായിരിക്കും നമ്മളിവിടെ ചെയ്യുന്നത്. അതുപോലെ ഈ ജപമാലയും അതുപോലെ നമ്മൾ മെഡലും വെച്ചിരിക്കുകയാണ്. പരിശുദ്ധ കന്യകാമറിയത്തിൽ മനുഷ്യനായി പിറന്ന മിശിഹായെ, അങ്ങയുടെ രക്ഷാകര രഹസ്യങ്ങളെപ്പറ്റി ധ്യാനിക്കുവാനും അങ്ങയുടെ അമ്മയുടെ മാധ്യസ്ഥം തേടുവാനുമായി ഞങ്ങൾ ഉപയോഗിക്കുന്ന ഈ ജപമാല ആശീർവദിക്കണമേ. ഇത് ഉപയോഗിച്ച് പ്രാർത്ഥിക്കുന്ന എല്ലാവരും പരിശുദ്ധ അമ്മ വഴി അങ്ങയെ കൂടുതൽ അറിയുവാനും സ്നേഹിക്കുവാനും ഇടയാകട്ടെ. ശിശു സഹജമായ നിഷ്കളങ്കതയോടും പ്രത്യാശയോടുകൂടി പരിശുദ്ധ മാതാവിനോട് പ്രാർത്ഥിക്കുവാനും ആ അമ്മയിൽ വിളങ്ങിയിരുന്ന സുഹൃത്തുക്കൾ ജീവിതത്തിൽ പകർത്തുവാനും ഇത് ഞങ്ങൾക്ക് സഹായകമാകട്ടെ. ജപമാല ചൊല്ലുന്ന കുടുംബങ്ങളെ സ്നേഹത്തിലും ഐക്യത്തിലും കാത്തു സൂക്ഷിക്കുകയും എല്ലാ അപകടങ്ങളിൽ നിന്നും തിന്മയിൽ നിന്നും സംരക്ഷിക്കുകയും ചെയ്യണമേ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. ഒത്തിരിയും പരിശുദ്ധ കന്യകാമറിയത്തിൽ നിന്ന് മനുഷ്യനായി പിറന്ന മിശിഹായെ, കാൽവരിയിലെ യാഗവേദിയിൽ വെച്ച് അങ്ങയുടെ മാതാവിനെ ഞങ്ങൾക്ക് അമ്മയായി നൽകിയതിന് ഞങ്ങൾ നന്ദി പറയുന്നു. പരിശുദ്ധ അമ്മയോടുള്ള സ്നേഹത്തെ പ്രതി ഞങ്ങൾ ധരിക്കുന്ന ഈ ഉത്തരീയം ഞങ്ങൾ ആശീർവദിക്കണമേ. ഇത് ധരിക്കുന്നവർക്ക് പരിശുദ്ധ അമ്മയുടെ സഹായവും സംരക്ഷണവും ലഭിക്കുവാനിടയാക്കണമേ. നന്മയിൽ ഉറച്ചു നിൽക്കുവാനും തിന്മയെ നന്മ കൊണ്ട് ജയിക്കുവാനും ഈ ഉത്തരീയം അവർക്ക് പ്രചോദനമരുളട്ടെ. ദൈവത്തിൻ്റെ തിരുമനസ് പൂർണ്ണമായി നിറവേറ്റിയ പരിശുദ്ധ കന്യകാമറിയത്തെ പോലെ അങ്ങയുടെ തിരുകഥ നിറവേറ്റി ജീവിക്കുവാനും അവസാനം അമ്മയോടൊപ്പം സ്വർഗീയ ഭാഗ്യം അനുഭവിക്കുവാനും ഈ ഉത്തരീയം ധരിക്കുന്നവരെ അനുഗ്രഹിക്കുകയും ചെയ്യണമേ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.
എൻ്റെ അമ്മേ എൻ്റെ ഈശോയുടെ അമ്മേ അമ്മേ എൻ്റെ അമ്മേ എനിക്ക് ഈശോ തന്നൊരമ്മേ ആവേ മറിയ കന്യാമാതാവേ ആവേ മറിയ കന്യാമാതാവേ അമ്മേ എൻ്റെ അമ്മേ എൻ്റെ ഈശോയുടെ അമ്മേ അമ്മേ എൻ്റെ അമ്മേ എനിക്ക് ഈശോ തന്നൊരമ്മേ. Good afternoon, everyone. Honorable priest, Reverend Father George Chelaku, respected parents, loving uncles, aunties, and my dear friends. I am Leo Subin. It's my privilege to have been asked to propose a vote of thanks on behalf of the children who have celebrated receiving our first Holy Communion. Gospel of Matthew, chapter 19, verses 14. Jesus said, "Let the little children come to me and do not hinder them, for to such belongs the kingdom of heaven." Yes, it is a specially blessed day for Alfred, Aidan, Toby, and Dahlia. A great day in our life when our dear Jesus comes in our heart and adopted us in God's own family. Thank you, Lord, for making us worthy of receiving you today. We are so happy that Jesus came to our heart and we can receive you every day. We thank you, Jesus, for all the graces and blessings, you especially through the Holy Communion. Now, let me enter into my duty of thanksgiving. Firstly, I would like to thank Father George Chelaku, as you all know, our beloved priest, Father George, who is filled with wisdom, humility, and holiness, a rare combination to find in a person. Father celebrated Holy Mass and given a wonderful message on this great day of our life. Father, your presence made this day holy and blessed. On behalf of each and everyone, I would like to welcome Father George forward to receive a gift from us all. Thank you, Father. Now, I would like to thank Margaret, Mary, and Minnie. They have taught our children about Holy Communion and spent hours and hours in making them ready and worthy to receive First Holy Communion. On behalf of each and everyone, I would like to thank you, Margaret, for everything you did for us. I would like to welcome Margaret forward to receive a small gift of appreciation from us all. Margaret, be here. Margaret, please be here. Be here. Next. Next, please. Next, I would like to thank Jijongo and family. They have supported us to make it a celebration. They have not only prepared and arranged everything for the Holy Mass, also lead as our choir team. On behalf of everyone, I extend my thanks to Jijongo and family. Next, I would like to extend our gratitude to Teresa Auntie and team for decorating the church and altar. As usual, Teresa Auntie is always there when it comes to any artwork in the church. Today, also Teresa Auntie and team made our church and altar look great. On behalf of each and everyone, I extend my sincere thanks to Teresa Auntie and team. Next, our thanks goes to the uncles who are receiving as stewards. Thomas Uncle, Poji Uncle, Vinod Uncle, and team. They also volunteered and undertaken the duties of stewardship during this difficult time due to COVID. Last but not least, next to thank is our parents. As all of you know, our parents, they are not only working very hard to fulfill our daily needs, but also ensure that we are brought up in Catholic faith. Dear parents, you are our guardian angels and protectors. I, on behalf of all the children, thank you for your support, care, hard work, and prayers to make this day possible. Finally, I thank all of you present here and made this occasion holy and blessed. Thank you. We thank you, Lord our God, that you have not rejected us, sinners, but have made us worthy to partake of your holy mysteries. We thank you that you have granted us
although we are unworthy to partake of your most pure and heavenly gifts. Master, who loves mankind, who died and rose for our sake, and granted to us these awesome and life-giving mysteries of the well-being and sanctification of our souls and bodies. Let these gifts be the healing of both souls and the body, for the everlasting of the evil, for the enlightenment of the eyes of our hearts, for the peace of the powers of the soul, for faith unrationed, for love unfeigned, for the fulfill of wisdom, for the observing of the commandments, for the increasing of your divine grace, and for the attainment of your kingdom. Preserved by them in your holiness, may you always remember your grace, and no one live for ourselves, but for you, our Master and Benefactor. And thus, when I depart this life in the hope of eternal life, may I attain everlasting rest, where the sound of those that keep festival in season, and the delight of those who behold the ineffable beauty of your countenance is unending. For you are the true joy and inexpressible gladness of those who love you, Christ our God, and all creation hymns you to ages. We would like to pray especially for our parish priest, Father George, and Christians Margaret and Mary, our parents and family members who prepared us to receive you today. Lord Almighty God, protect all of us. Amen. Very good. Okay. Margaret Bell, one more. We are very specially thank you for you. Please be here. Miniando, please. So she helped us for everything, and she is next year also she will be continuing the same service. Anyway, we have to be very we are very kind of you, Mom, for your sincere service. അതോട് പിടിച്ചോ, തിരി പിടിച്ചോ, നിങ്ങളുടെ ഓരോരുത്തരുടെ കൈ പിടിച്ചോ. അത് മാറ്റിക്കും. Okay, so thank you very much. Okay, thank you. ഇനി ഒഫീഷ്യലായിട്ടുള്ള പരിപാടി കഴിഞ്ഞ് ഓരോ ഫാമിലിയും നിർത്തി ഓരോ കുട്ടികളെ നിർത്തിയിട്ടാണ് യു ഗോ ടു യുവർ പ്ലേസ് ദെൻ കം ഈച്ച് ഫാമിലി. അത് വേണ്ടല്ലോ, ഓരോ ഫാമിലിയോട് നിങ്ങൾ നിൽക്കണ്ടല്ലോ. ഓക്കെ പ്ലീസ് കം ഒരാൾ ഒരു സന്തോഷം. ആർക്കെങ്കിലും പോകണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ എഴുന്നേറ്റ് നിന്നാൽ മതി. സ്റ്റുഡൻസ് അവർ പറഞ്ഞു തരും. ഒരുമിച്ച് എല്ലാവരും ഇറങ്ങിപ്പോയത് അവർ പറയുന്ന പ്രകാരം ദയവായിട്ട് പോകാവുള്ളൂ. നിങ്ങൾക്കറിയാമല്ലോ, അത്യാവശ്യമുള്ളവർ മാത്രം. അല്ലാത്തൊരു ഇത് കഴിഞ്ഞപ്പം തീരും. ഇതിപ്പോൾ ഓരോ സെറ്റ് ഫോട്ടോ എടുത്ത് തീർന്നു. ലീഡ, ഇനി ഇസ് യുവർ ചാൻസ്. അത്രയോടെ നോട്ടത്. Okay, very good. Okay, good. ആരാ അടുത്ത ഫാമിലി വന്നേ? അടുത്ത ഫാമിലി വാ.